ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമ്മൾ ദൈവസന്നിധി കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കും, അങ്ങനെ കടന്നു വരുന്ന കഷ്ടങ്ങൾ അത് ശാപങ്ങളാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതങ്ങനെയല്ല. വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ദൈവം അത് അനുവദിക്കും. അത് നമ്മെ മോൾഡ് ചെയ്യാനാണ്, നമ്മെ പരുവപ്പെടുത്തി എടുക്കാനാണ്, തന്റെ തിരുസ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കാനാണ്. അത് ഒരു ശാപമല്ല, അത് അനുഗ്രഹം തന്നെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനാധാരമായിട്ട് നമ്മൾ 2-3 കാര്യങ്ങളെ മുന്നിൽ കൊണ്ടുവന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ടാബർനാക്കലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വിശേഷപ്പെട്ട കാര്യം പറഞ്ഞു. അതിന്റെ മൂടുശീലകളുമായി ബന്ധപ്പെട്ട് അതിന് 4 മൂടുശീലകളുണ്ടെന്നും ഏറ്റവും പുറത്തുള്ളത് തകശുതോൽ അഥവാ ബാഡ്ജേർ സ്കിൻ ആണെന്നും അത് എന്തിനെ കാണിക്കുന്നു എന്നൊക്കെ യെശയ്യാവ് 53 മുൻനിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോ ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി. ക്രിസ്ത്യ ജീവിതത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ അനുവദിക്കുമെന്ന് യേശുക്രിസ്തുവിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും നമ്മൾ കേട്ട മനുഷ്യരാണ്. പിന്നീട് ഇടയ്ക്ക് ഒരാൾ വന്നിട്ട് ഒരാളോ 9 ആളോ എന്ന് പറയുകയാണ് അങ്ങനെയൊന്നുമല്ല, അത് ശാപത്തിന്റെ കാരണമാകാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ഏതെങ്കിലും വ്യക്തികളോടുള്ള വ്യക്തിവിരോധം കൊണ്ടോ അവർ പറയുന്ന കാര്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, അത് വിശുദ്ധ തിരുവെഴുത്തിന് യോഗ്യമായ നിലയിലല്ല പറയുന്നത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ നിഷ്കരുണം തള്ളിക്കളയുന്നത്, അങ്ങനെയുള്ള കാര്യത്തോട് എതിർക്കുന്നതും. അതിനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മേലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോ സഹോദരങ്ങളെ, ആ പറയപ്പെട്ട കാര്യത്തിന്റെ അല്പം കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതിന് ഇന്നൊരു സാവകാശവും ഇല്ല. ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബൈജു സാം ഉണ്ട്. അദ്ദേഹം ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് നമ്മളോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മളിൽ പലരും പല ദേശങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഇന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നത്. കർത്താവിന്റെ ദാസൻ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. അതിനു മുമ്പ് ഒരു വാക്കോടെ പറയട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലെ കൂടിവരവുകളിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ അടുത്ത സമയത്ത് ഞാൻ ചില പ്രിയപ്പെട്ടവരെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യം. അതായത് അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററുടെ മകനെ വില്ലൂർ വെച്ച് കാണുകയും പരിചയപ്പെടുകയും ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്ത കാര്യം പറഞ്ഞിരുന്നല്ലോ. 32 വയസ്സ് പ്രായമുള്ള സെയിൻ എബ്രഹാം എന്ന് പറയുന്ന ആ യൗവനക്കാരൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അദ്ദേഹം വെല്ലൂരിലെ വെന്റിലേറ്ററിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടുകൂടി ആ സഹോദരൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. തന്റെ ഭാര്യയും 1 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരിമാരും അദ്ദേഹത്തിന്റെ സഹോദരി സഹോദരന്മാരുണ്ട്. അങ്ങനെയുള്ള കുടുംബം. ഇന്നായിരുന്നു അതിന്റെ ഫ്യൂണറൽ. പുതുപ്പള്ളിയിൽ വെച്ചായിരുന്നു ആ ഫ്യൂണറൽ സർവീസ് നടന്നത്. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അതൊരു ശാപത്തിന്റെ ലക്ഷണമല്ലേ എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിൽ വിശ്രമിക്കുന്ന വാത്സല്യ സഹോദരന്റെ പിതാവ് അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു സീനിയർ പാസ്റ്ററാണ്. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതും അതേ സമൂഹത്തിൽ തന്നെയുള്ള അതിലും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷകൻ പറഞ്ഞ കാര്യങ്ങളാണ്. ക്രിസ്ത്യ ജീവിതത്തിൽ വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് നിശ്ചയമായും ശാപത്തിന്റെ ലക്ഷണങ്ങളാണ്, ശാപം തന്നെയാണ് എന്നൊക്കെ. ഇതിപ്പോ ഒരു അകാലത്തിലുള്ള മരണം എന്നാണ് ആളുകൾ പൊതുവെ ലോകക്കാര് പറയുന്നത്. നമ്മെ സംബന്ധിച്ച് വിശുദ്ധന്മാർക്ക് അകാല മരണങ്ങളില്ല. അതായത് കാലം തികയാതെ മരിക്കുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് യാതൊരു തെറ്റും പറ്റുന്നില്ല നമ്മെ തിരിച്ചു വിളിക്കുന്ന കാര്യത്തില്. അത് കറക്റ്റ് സമയത്താണ്. 1 സെക്കൻഡ് മുമ്പോ 1 സെക്കൻഡ് താമസിച്ചോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ആ നിയമിക്കപ്പെട്ട സമയത്ത് തന്നെയാണ് ഓരോരുത്തരെയൊക്കെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത്തരക്കാരുടെ ആ ഭാഷണങ്ങളോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. തുടക്കത്തിൽ ഞാൻ ഈ ഒരു കാര്യം സൂചിപ്പിച്ചത്, ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ഓർത്ത് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുക. വിശേഷാൽ തന്റെ ഭാര്യ ഡോക്ടർ നിഷ, അപ്പം ആ കുഞ്ഞ്, അവരെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അതൊക്കെ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബൈജു സാം പറഞ്ഞതുപോലെ നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹം ദൈവജനത്തിൽ നിന്ന് നമ്മോട് ശുശ്രൂഷിക്കും. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലഘട്ടമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, മനുഷ്യരുടെ നേച്ചർ ഇന്നതുപോലെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ അതുപോലെ കർത്താവ് പറഞ്ഞു മനുഷ്യപുത്രന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ നോഹയുടെ കാലം പോലെ ലോത്തിന്റെ കാലം പോലെ ആകുമെന്ന്. ഏതാണ്ട് അതുപോലെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മനുഷ്യപുത്രൻ വാതിൽക്കൽ എന്നുള്ളതാണ് നമ്മുടെ ബോധ്യങ്ങൾ. ആ ബോധ്യങ്ങളുടെ നടുവിലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി ദൈവവചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തു.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഇന്ന് ഈ സായം വേളയിൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവ പാദപീഠത്തെങ്കിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാനുള്ള അവസരം ദൈവം ദാനമായി നൽകിയത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ റംനന്റ് ഗ്രൂപ്പിന്റെ കൂട്ടായ്മയിൽ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യത്തക്ക നിലകളിൽ ദൈവം ഒരുക്കിയ ഈ മഹനീയ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയും കർത്താവിന് എല്ലാവിധ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കീർത്തനങ്ങളും ആരാധനയും ദൈവ തൃപ്പാദപീഠം ഇന്ന് ഈ സമയം അർപ്പിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവപാദപീഠത്തെങ്കിൽ നമുക്കായിരിക്കാം. പ്രിയ സജി പാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത ഈ കൂട്ടായ്മയെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളായ നിങ്ങളെല്ലാവരും വളരെ അപ്ഡേറ്റഡായ നിലകളിൽ വചനം കേൾക്കുകയും അതിൻ്റെ ശരി തെറ്റുകളെ വചനാടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു അനുഗ്രഹീതനായ ദൈവദാസനാണ് പ്രിയ സജി പാസ്റ്റർ. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അത്തരം മേഖലകളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടെന്നുള്ള നല്ല ധാരണ എനിക്കുണ്ട്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഇന്ന് ഈ സന്ധ്യാസമയം നിങ്ങളോട് ഒരുമിച്ച് ഇപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാവകാശം ഉണ്ടായിരിക്കുന്നത്. അവയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിന് സകലവിധ സ്തുതിയും ഒരു പ്രാവശ്യം കൂടെ ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ച പ്രിയ ദൈവദാസനോടും പ്രിയ സജി പാസ്റ്ററോടും ഇതിന്റെ കൂട്ടായ്മ ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും വന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠം ആയിരിക്കാം. ആമേൻ. നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ നിലകളിലുള്ള ഉപദേശപരമായും അതുപോലെ ധാർമ്മിക നിലകളിലും വചനത്തിന് വിരോധമായിട്ടുള്ള ഉപദേശ പിശകുകൾ നിരവധി വർദ്ധിക്കുന്ന ഒരു വല്ലാത്ത അന്ത്യകാലഘട്ടത്തിന്റെ ഒരു അന്ത്യകാലത്തിൽ നാം എല്ലാവരും വന്നെത്തിയിരിക്കുകയാണ്. ആമേൻ. ഇങ്ങനെ വന്നിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ വളരെ ജാഗ്രതയോടും വളരെ ദൈവകൃപയോടും കൂടെ തിരുവചന സത്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ നമ്മൾ ഓടിച്ചില്ലെങ്കിൽ നാം എല്ലാവരും ഇവിടെ പരാജയപ്പെട്ടു പോകും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. നമുക്കറിയാം, വചനം അറിയാവുന്നവർ പോലും ഈ ഒരു കുത്തൊഴുക്കിൽ പലരും വീണു പോകുന്നുണ്ട്. പലരും അവർ മുറുകെ പിടിച്ച ആത്മീയ സത്യങ്ങളെ ബലി കഴിച്ച് ലോകത്തിന്റെ താളത്തിനും ലോകത്തിന്റെ ഒഴുക്കിനും അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അവയൊന്നും നമുക്ക് അവഗണിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല. അത്തരം ഘട്ടങ്ങളിൽ വളരെ ജാഗ്രതയോടുകൂടെ നമുക്ക് ഈ വിഷയങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന് വേണ്ടി ഒരുപറ്റം ആൾക്കാർ, ഒരു ശേഷിപ്പിനെ നമുക്ക് മാറ്റിയെടുക്കത്തക്ക നിലകൾ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ഈ പ്രാരംഭ സമയം പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇന്ന് സന്ധ്യാസമയം നിങ്ങളുമായി ഒരു സന്ദേശ രൂപത്തിലും ഒരു വചന പഠന രൂപത്തിലും ഞാൻ നിങ്ങളോട് വചനം പങ്കുവെക്കാനായിട്ടാണ് എനിക്ക് നിയോഗമുള്ളത്. പ്രിയ സജി പാസ്റ്റർ എന്നെ വിളിച്ച് ഇന്നത്തെ ഈ കൂട്ടായ്മയെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ വളരെ ചിലപ്പോൾ തിരക്കൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പൊ രാത്രി സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആമേൻ. അങ്ങനെ ഞാൻ സന്തോഷത്തോടെ ഈ മീറ്റിംഗ് ഞാൻ സ്വാഗതം ചെയ്ത് സ്വീകരിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ദൈവവചന ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം, അത് നിങ്ങൾക്കും സുപരിചിതമാണ്. നമുക്ക് ആ ദൈവവചന ആ സത്യത്തെ ഒന്ന് മനസ്സിലാക്കാനായി ഇന്ന് ഈ സായം വേളയിൽ നമുക്ക് നമ്മുടെ സമയത്തെ ഒന്ന് വിനിയോഗിക്കാം. അതിന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ സന്ധ്യാവേളയിൽ നിങ്ങളുമായി ഒരു വിഷയാധിഷ്ഠിത വചനം പറയാനായിട്ടാണ് എനിക്ക് നിയോഗമുള്ളത്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആരാധന എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത്. ഈ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെയധികം നമ്മുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന വേണ്ടാത്ത നിലകളിലുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ഇടയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ,
കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ നമ്മൾ വിശകലനം ചെയ്ത് അതിന്റെ ശരിയായ പൊരുളുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് ഒന്ന് ആ വിഷയത്തിൽ ദൈവാത്മാവിന്റെ സഹായത്തോടുകൂടെ നമുക്ക് ഒന്ന് മുൻപോട്ട് പോകാം. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് ഈ ആരാധന എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ പണ്ട് പ്രിയ നമ്മുടെ സജി പാസ്റ്ററുടെ ഒരു സന്ദേശത്തിനകത്ത് ഞാൻ കേട്ടൊരു കാര്യമുണ്ട്. 2000-ന് മുമ്പ് വരെ, സത്യമായൊരു കാര്യമാണ്, ആ മുമ്പ് വരെ ഒന്നും ഇങ്ങനെ പിശകുകളൊന്നും നമുക്ക് അധികം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന പല വിധത്തിലുള്ള ഇങ്ങനെയുള്ള ദുരുപദേശ കൂട്ടങ്ങളും വചനവിരുദ്ധമായി വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു പ്രത്യേക ദൈവശാസ്ത്രത്തിന്റെ ആ ഒരു വല്ലാത്ത എന്താ പറയുക നുഴഞ്ഞു കയറ്റം, ഇതെല്ലാം തന്നെ നമ്മുടെ ഇടയിൽ സംഭവിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ദൈവവചനത്തിന്റെ മഹത്തായ സത്യത്തെ, ആരാധന എന്ന് പറയുന്ന വേദപുസ്തകത്തിന്റെ സങ്കല്പം, വേദപുസ്തകത്തിന്റെ പഠിപ്പിക്കലുകളിലേക്ക് ഒന്ന് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാന് അധികം ഇവിടെ സമയം ഇത്ര ആയതുകൊണ്ട് വലിയൊരു വിശാലമായ അന്തരീക്ഷത്തിലേക്ക് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം എൻ്റെ ഉള്ളിൽ ആ വിഷയം സംബന്ധിച്ച് തന്ന ബോധ്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിന് ആധാരമായി വളരെ സുപരിചിതമായ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ദയവായി ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഒരാള് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒന്ന് വായിച്ച് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് കേൾപ്പിക്കണം. മറ്റുള്ളവരും വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോവുകയും ചെയ്യണം. റോമാലേഖനം, ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 1 and 2. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ചാട്ടെ. റോമർ 12-1-2. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കും. ഈ ലോകത്തിന് അനുരൂപമാകാതെ പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മതി. നമുക്ക് അറിയാവുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് നാം ഈ സമയത്ത് വായിച്ചത്. വേദപുസ്തകത്തിൽ ആരാധന എന്ന വിഷയം സംബന്ധിച്ച് ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് നിർവചനം പറയാൻ കഴിയുന്ന വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു ദൈവവചന ഭാഗമാണ് നാം ഇന്ന് സമയം വായിച്ച് കേട്ടത്. ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു പദമുണ്ട്, ബുദ്ധിയുള്ള ആരാധന. ബുദ്ധിയുള്ള ആരാധന. ഈ വാക്കിന്റെ ശരിയായ അർത്ഥതലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാനായി ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. എന്താണ് ഈ ആരാധന എന്ന വാക്കുകൊണ്ട് നാം വിവക്ഷിക്കുന്നത്? നമ്മുടെ ഇടയിൽ വളരെ വളരെയധികം പ്രചാരമായി എല്ലായിടത്തും വളരെയധികം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. പണ്ടൊക്കെ നമ്മുടെ സഭായോഗത്തിന് ഞായറാഴ്ച ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന വേട് സഭായോഗത്തിന് പോവുകയാണെന്നാണ് പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ സഭായോഗത്തിന് പോവുകയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് കാലങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ആളുകൾ പറയുന്ന ആരാധനയ്ക്ക് പോകുകയാണ് എന്ന് പറഞ്ഞു തുടങ്ങി. വാസ്തവത്തിൽ അങ്ങനെ ആ പദം, ആ ഒരു പ്രയോഗം വേദ പുസ്തക അടിസ്ഥാനത്തിൽ അത് എത്രത്തോളം യോജിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. ബൈബിളിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ആരും നിങ്ങളുടെ വിശുദ്ധ ആരാധനകളെ അലക്ഷ്യമായി വിചാരിക്കരുതെന്ന് ബൈബിളിൽ വാക്യമുണ്ടോ? അങ്ങനെ ബൈബിളിൽ വാക്യമില്ല അല്ലെ. ബൈബിളിലെ വാക്യം എന്താണ്? ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്നല്ലേ. എന്ന് പറഞ്ഞാൽ സഭ കൂടുന്നത് സഭായോഗമാണ്. ആ സഭായോഗങ്ങളെ നിങ്ങൾ ആരും ഉപേക്ഷയായി വിചാരിക്കരുതെന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ആരാധന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രധാനമായും ആരാധന എന്ന വാക്കിന്, ഈ പദത്തിന് 2
പ്രധാനപ്പെട്ട വാക്കുകൾ കാണാൻ കഴിയുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകൾ, ഒന്ന് പ്രോസ്കുനെ എന്നും മറ്റൊന്ന് ലാട്രെ എന്നുള്ള രണ്ട് വാക്കുകളുണ്ട്. ഈ പ്രോസ്കുനെ എന്ന് പറയുന്നതും ലാട്രെ എന്ന് പറയുന്നതും ഏകദേശം ഒരേ സമാന അർത്ഥങ്ങൾ ഉള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയാമോ? വണങ്ങുക എന്നാണ്. വണങ്ങുക, നമസ്കരിക്കുക, നന്ദി കാണിക്കുക, കുമ്പിടുക എന്നൊക്കെയാണ്. സ്തോത്രം. ഇങ്ങനെയുള്ള ആശയ തലങ്ങളുള്ള ഒരു വാക്കാണ് നമുക്ക് ഈ ആരാധന എന്ന വിഷയത്തെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഒരു വളർത്തു നായ തന്റെ യജമാനന്റെ അടുക്കൽ വളരെ നന്ദിയോടുകൂടെ വിധേയത്വത്തോടുകൂടെ യജമാനന്റെ അടുക്കൽ, നമുക്കറിയാലോ, വാലൊക്കെ ആട്ടി യജമാനന്റെ അടുക്കൽ എങ്ങനെ വന്നു നിൽക്കുന്നോ അത് ആ ഒരു സ്വഭാവത്തെ പ്രതികരിക്കാൻ വേണ്ടി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്? പ്രോസ്കുനിയോ എന്നുള്ള വാക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആരാധന എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ്? ദൈവത്തെ വണങ്ങുക, നമസ്കരിക്കുക, നന്ദി കാണിക്കുക, വിധേയപ്പെടുക, സമർപ്പിക്കുക എന്നിത്യാദിയുള്ള അർത്ഥതലങ്ങൾ ഈ വാക്കിനുണ്ട്. ഈ പറഞ്ഞ് നമ്മൾ ഇപ്പോൾ വായിച്ച ഈ വേദഭാഗത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. റോമാ സഭയ്ക്കാണ് ഈ ലേഖനം എഴുതുന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. ഇത് റോമിലെ സഭയ്ക്കുള്ള ലേഖനമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗങ്ങളാണ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങൾ ഏത് നിലയിലാണ് അത് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടുന്നത്? നമുക്കറിയാം, ബൈബിളിൽ ഉടനീളം നമ്മൾ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യന്റെ ജീനിയോളജി, വംശാവലി, മാനവികമായ ചരിത്രം വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവം എന്തിനാണ് ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചത്? എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ദൈവം ആദാമിനെ ഹവ്വായെ സൃഷ്ടിച്ചത്? നമ്മൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനും ദൈവിക ബന്ധത്തിൽ വസിക്കാനും ദൈവത്തിനായി ജീവിക്കാനും വേണ്ടിയാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ അത് സഹകരിക്കപ്പെട്ടില്ല. പിന്നെ നമുക്കറിയാം, അതിനുശേഷമായി ദൈവം ഹാബേലിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്, ഇല്ലയോ? ഹാബേലിന്റെ കാലശേഷം പിന്നെ ആരില്ല? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആരാധിക്കാനോ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനോ ദൈവിക ബന്ധത്തിൽ വസിക്കാനോ ആളുകളില്ല. പിന്നെയും കാലഘട്ടങ്ങൾ മാറിയപ്പോൾ നമുക്കറിയാം, ദൈവം ഹാനോക്കിനെ കാണുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായെന്നാണ്. അപ്പൊ ആ തലമുറയിൽ ഹാനോക്കിനെ കുറിച്ച് യൂദാ പറയുന്നത് ഹാനോക്ക് ആരായിരുന്നു? ഒരു പ്രവാചകരായിരുന്നെന്നാണ്. ആ കാലഘട്ടത്തിൽ തിന്മകൾക്കെതിരെ, അശുദ്ധിക്കെതിരെ, ഇല്ലേ, ധാർമ്മിക അധപ്പതനത്തിന് ലാമേക്കിനോടൊക്കെ ദൂത് പറഞ്ഞവനാണ് നമ്മുടെ ഈ ഹാനോക്ക് എന്ന് പറയുന്ന ആള്. ലാമേക്ക് എന്ന് പറയുന്ന പുള്ളി ബഹുഭാരിത്വമൊക്കെ സ്വീകരിച്ച് നടക്കുമ്പോൾ തന്റെ അധാർമികതകൾക്കെതിരെ ശക്തമായ ദൂത് പറഞ്ഞ വ്യക്തിയാണ് ഈ ഹാനോക്കൊക്കെ. അപ്പൊ ഹാനോക്കിനെ കണ്ടു. ഹാനോക്കിന് ശേഷം പിന്നെ ആളില്ല. പിന്നെ കർത്താവ് ആരെ തെരഞ്ഞെടുക്കുകയാണ്? ദൈവം നോഹയെ തെരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പൊ നോഹയെ തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിക്കാന്, ദൈവിക ബന്ധത്തിൽ വസിക്കാന്, ദൈവമായുള്ള കോൺസ്റ്റന്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ദൈവം നോഹയെ തെരഞ്ഞെടുത്തു. പക്ഷെ നോഹയുടെ തലമുറകൾ എങ്ങനെയുള്ളവരായി മാറി? അവരും പിന്മാറിപ്പോയി, അവരും അസാന്മാർഗികളായിട്ട് മാറി, അവരും അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി. പിന്നെയും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പറ്റം ജനം ദൈവത്തെ ആരാധിക്കണം, ദൈവിക ബന്ധത്തിൽ വരണം. അതിനു വേണ്ടി ദൈവം പിന്നെയും തന്റെ അന്വേഷണം നടത്തി. നമുക്കറിയാം ചരിത്രങ്ങൾ. അതിനുശേഷമാണ് അബ്രഹാം വരുന്നത്. എന്തിനാണ് അബ്രഹാമിനെ തെരഞ്ഞെടുത്തത്? ദൈവത്തിന് ഒരു ഉദ്ദേശമില്ലേ? ദൈവത്തിന്റെ പദ്ധതികളില്ലേ? അബ്രഹാമിലൂടെ ഇസഹാക്ക്, ഇസഹാക്കിലൂടെ യാക്കോബ്, യാക്കോബിലൂടെ ഒരു ഇസ്രായേൽ സമൂഹം, അവരെ വാർത്തെടുക്കണം. എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിക്കാൻ തന്നെയാണ്. നമുക്കറിയാലോ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിൽക്കുമ്പോഴും മോശയെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടപ്പോ എന്നാ പറഞ്ഞേക്കുന്നത്? നീ ഫറവോനോട് എന്ന് പറയണം, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അതിപ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ദൈവം എക്കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ആരാധിക്കാൻ, എന്നെ സേവിക്കാൻ ആരുണ്ട് എന്ന് ദൈവം ഇന്നും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു.
നമുക്കറിയാം ഇസ്രായേൽ ജനമാണെങ്കിലും ദൈവം കൊടുത്ത വചനങ്ങൾ, ദൈവം കൊടുത്ത പ്രമാണങ്ങൾ, അവയെല്ലാം തന്നെ അവർക്കും മുഴുവനുമായി അനുസരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം ആരെ അയക്കുകയാണ്? സ്ത്രീയുടെ സന്തതിയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ താണഭൂമിയിലേക്ക് അയച്ചിട്ട്, ദൈവം എന്നെ, നിങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ എല്ലാവരെയും ദൈവം വിളിച്ചതും വേർതിരിച്ചതും എന്തിനാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം: ദൈവത്തെ ആരാധിക്കാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും വേണ്ടിയാണ്. അപ്പൊ ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അതൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയാണ്, മറ്റുദ്ദേശങ്ങളില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ആരാധന എന്ന് പറയുന്നത്? സ്തോത്രം. സഭായോഗത്തിന് നമ്മൾ ഒരുമിച്ച് കൂടി ഇന്നത്തെ ഒരു നൂതന ടേം ഉണ്ടല്ലോ, പ്രൈസ് ആൻഡ് വർഷിപ്പ്, അല്ലെ? പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് ആ വാക്ക് സ്തുതിയും ആരാധനയൊക്കെ, അതിനകത്ത് തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, 1 മണിക്കൂർ നമ്മൾ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്നതിനെ പറയുന്ന പേരാണോ ആരാധന? അല്ല, ബൈബിൾ അങ്ങനെ പറയുന്നില്ല. പക്ഷെ ആരാധനയ്ക്കകത്ത് എന്ത് വരുന്നുണ്ട്? ആരാധനയ്ക്കകത്ത് സ്തുതിയുണ്ട്, ആരാധനയ്ക്കകത്ത് സ്തോത്രമുണ്ട്. ആരാധന എന്ന വിഷയത്തിനകത്ത് ഇതെല്ലാം പെടുന്നതാണ്. പക്ഷേ 1 മണിക്കൂർ നമ്മളെല്ലാ ഓർഗണും സാധനങ്ങളും ഇട്ട് അടിച്ച് പെരുപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതിനെ ആരാധന എന്ന് പേര് പറയാൻ പാടില്ല. അത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ്, അത് സഭായോഗത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യമാണ്, അത് വേണ്ടുന്നതുമാണ്, അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ അതെന്തല്ല, അതിനെ കയറി ആരാധന എന്ന് നാം വിളിക്കരുത്. സ്തോത്രം. അത് ആരാധന എന്നല്ല, ഇവിടെ ആരാധനയുടെ ഒരു ഭാഗമാണ്. പ്രൈസ് വേറെ, വർഷിപ്പ് വേറെ. ആരാധന വേറെ, പ്രൈസ് വേറെയാണ്. നമ്മൾ സഭായോഗ ദൈവത്തെ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു, ദൈവത്തിന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നു. സമൂഹമായ ഒരു കോപ്പറേറ്റീവ് വർഷിപ്പ് എന്ന വണ്ണം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എന്തിൽ പെടുന്ന കാര്യമാണ്? ആരാധന എന്ന ആ വലിയ സബ്ജക്റ്റിനകത്ത് പെടുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഈ വേദപുസ്തകത്തിൽ ഇപ്പൊ വായിച്ച ഈ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. മലയാളത്തിൽ ഒരു വാക്ക് മിസ്സിങ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷിലാണെങ്കിൽ അവിടെ therefore എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. therefore എന്നൊരു വാക്കുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവോർപ്പിച്ചെന്ന് പറയുമ്പോൾ അവിടെ പറയാം അതുകൊണ്ട് സഹോദരന്മാരെ എന്നാണ് ഇംഗ്ലീഷിൽ. അതിന്റെ അർത്ഥം എന്താണ്? 1 മുതൽ 11 വരെയുള്ള റോമാലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ വിവരിച്ച പൗലോസ് പറയുകയാണ് അതുകൊണ്ട്. ഏതുകൊണ്ട്? ഇന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ ആത്മീയ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും റോമാലേഖനം എന്താന്ന് പോലും ഒരു പിടുത്തമില്ല. ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മളിങ്ങനെ ഈ സങ്കീർത്തനവും ഈ പഴയ കഥകളും കുറെ പഠിച്ചിങ്ങനെ പോകുന്നത് കൊണ്ട് ഈ റോമാലേഖനം, നീതീകരണം, അവിടെ പറയുന്ന ജസ്റ്റിഫിക്കേഷന്, അവിടെ പറയുന്ന സാങ്ക്ടിഫിക്കേഷന്, അവിടെ പറയുന്ന ഗ്ലോറിഫിക്കേഷൻ, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ വിഷയത്തെ കുറിച്ചൊക്കെ പൗലോസ് വളരെ ഒരു താർക്കികനെ പോലെ അവിടെ നിന്ന് സംസാരിക്കുന്ന പല വേദഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ദൈവത്തിന്റെ യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നൽകിയ പാപക്ഷമയും നീതീകരണവും വിശുദ്ധീകരണവും, ഇനി നമ്മൾ എങ്ങോട്ട് പോകും? നമ്മളെല്ലാവരും ഇനി തേജസ്കരണത്തിലേക്ക് പോകാനിരിക്കുക. നമ്മുടെ പ്രത്യാശ അതാണ്. നമ്മൾ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാര്യം എന്താണ്? തേജസ്കരണം നമുക്ക് സംഭവിക്കപ്പെടാൻ പോകും ആസന്ന ഭാവിയിൽ. അത് നമ്മുടെ പ്രത്യാശയല്ലേ? നമ്മുടെ പ്രതീക്ഷ അതല്ലേ? അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരല്ലേ? നമ്മൾ അങ്ങോട്ട് പോകാനിരിക്കുന്ന ആളുകളല്ലേ? അപ്പൊ ഇന്ന് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ കാര്യപരിപാടികൾ, ഏത് കാര്യപരിപാടികൾ? രക്ഷണ്യപരമായ ദൈവത്തിന്റെ രക്ഷാകരമായ പ്രവർത്തികളെ കുറിച്ചുള്ള ശക്തമായ വിവരണം നൽകിയിട്ടാണ് പൗലോസ് പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേദപുസ്തകത്തെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഒരാരാധനയില്ല. വേദപുസ്തക സത്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് നമുക്കൊരു സ്തോത്രം പറയാൻ പറ്റില്ല. വേദപുസ്തകത്തിലെ സത്യങ്ങളെ അതേപടി നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട്,
ഇല്ലേ? അതിനെ മനസ്സിലാക്കി ആത്മാവിൽ അതിനെ സ്വാംശീകരിച്ച് അതിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ദൈവത്തിന് സ്തോത്രവും സ്തുതിയൊക്കെ പറയാൻ. അപ്പൊ പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ: പാപക്ഷമ കിട്ടിയവർ, നീതീകരിക്കപ്പെട്ടവർ, ദൈവത്തിന്റെ മക്കളായി തീർന്നവർ, ദൈവത്തിന്റെ സന്താനങ്ങളായി മാറിയവർ, ഇങ്ങനെയുള്ള നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം. അപ്പൊ ഇവിടുത്തെ ഒരു പദപ്രയോഗം ശ്രദ്ധിച്ച് നോക്കിക്കേ, ബ്രദറൻ എന്നാണ്, സഹോദരന്മാര്. അപ്പം സത്യത്തിൽ എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടങ്ങളെ നിങ്ങൾ എടുത്ത് നോക്കിക്കേ. ഭയങ്കര റോഡെ കൂടെ പോകുന്നവനും വന്ന് എന്ത് ചെയ്യുക? അവനും വന്ന് ചാടിയേച്ച് പോകുന്നുണ്ട്. അവൻ ഒരു ഐഡിയയിൽ ഇതെന്താവാന്ന്. അവനോട് വന്ന് നീ കൈ ഉയർത്തിക്കോ, നീ കാൽ ഉയർത്തിക്കോ, നീ ഉറക്കെ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കേണ്ടുന്നവൻ ആരാധനയുടെ ഭാഗമെന്ന വണ്ണം ചെയ്യുന്ന അത്തരം കാര്യങ്ങൾ ഒരാള് ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രൊസീജിയറിനകത്ത് ഭാഗമാകുമ്പോൾ എന്റെ ചോദ്യം, എല്ലാവർക്കും പറ്റുമോ? വേദപുസ്തകം ഒരു കാരണവശാലും വീണ്ടും ജനിക്കാത്തവൻ ദൈവത്തെ ആരാധിക്കണമെന്ന് ബൈബിള് പറയുന്നില്ല. സ്തോത്രം. ആര് ദൈവത്തെ ആരാധിക്കണം? ആര് ദൈവത്തെ സ്തുതിക്കണം? ആര് ദൈവത്തിന് മഹത്വം കരയറ്റണം? ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ യേശു പറഞ്ഞ വാക്യം നമുക്കെടുത്ത് പരിശോധിച്ച് നമ്മൾ അവിടെ കാണുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു ശമര്യാസ്ത്രീയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതാര് പറഞ്ഞതാണ്? യേശു പറഞ്ഞതാ. ഇന്നിപ്പോ നമ്മുടെ ആരാധനയും സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിക്കുന്ന നമ്മുടെ കർത്താവ് പറഞ്ഞതാണ്, സത്യ നമസ്കാരികൾ വേണം ആരെ ആരാധിക്കേണ്ടുന്നത്? ദൈവത്തെ പിതാവിനെ ആരാധിക്കണം. സത്യ നമസ്കാരികളാണ്. അപ്പൊ എല്ലാവർക്കും ആരാധിക്കാൻ പറ്റുമോ? എല്ലാവർക്കും സ്തുതിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും കഴിയില്ല. ഒരുത്തൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാത്ത, കാൽവറിയുടെ കുലമേട്ടിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ പുണ്യാക രക്തത്താലുള്ള കഴികൾ പ്രാപിക്കാതെ, ആ ബലിയാഗത്തിൽ വിശ്വസിക്കാതെ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കാനോ ദൈവത്തെ മഹത്വീകരിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, നമ്മൾ ഇന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ അതിനെ നമുക്ക് ഇത് ദൈവത്തെ സ്തുതിക്കുന്ന ഇടമാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. പിന്നെ ഇവനെ എന്ത് പറഞ്ഞാൽ സ്തുതിപ്പിക്കുന്ന അറിയാമോ? നിനക്ക് ചിലത് വേണമെങ്കിൽ നീ സ്തുതിച്ചോണം. നിനക്ക് ചിലത് കിട്ടണമെങ്കിൽ നീ സ്തുതിച്ചോണം. നിനക്ക് നിന്റെ ജീവിതത്തിൽ വിടുതൽ വേണോ? നീ സ്തുതിച്ചോണം. നിനക്ക് എന്തെങ്കിലും നന്മ വേണോ? നീ ആരാധിച്ചോണം എന്ന് പറയുന്ന പഠിപ്പിക്കലുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയല്ല. ഞാൻ അതിനായി ഇത് പറഞ്ഞത്. റോമാലേഖനം 12-ന്റെ 1-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയാൻ? ആരാധിക്കുന്നവൻ, ദൈവത്തെ സേവിക്കുന്നവൻ. ഇതൊരു ഒരു 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 2 മണിക്കൂറത്തെ അർത്ഥത്തിലല്ല ഈ വേദവാക്യം പറഞ്ഞേക്കുന്നത് കേട്ടോ. 12-ന്റെ 1-ഉം 2-ഉം 2 മണിക്കൂറത്തെ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തെ ആരാധിക്കുന്നവൻ എന്ത് ചെയ്യണമെന്നാണ്? ദൈവം ചെയ്ത മഹത്തായ ദൈവിക പ്രവർത്തികളെ ചിന്തിക്കണം, ആലോചിക്കണം, അവയെക്കുറിച്ച് ഓർക്കണം, അവയെക്കുറിച്ച് ധ്യാനിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ബഹുക്കൂട്ടങ്ങളിലെ ആൾക്കൂട്ടങ്ങളിലൊക്കെ ഉടനവേ വന്നു വരുന്നവരൊക്കെ ഇതൊക്കെ ഓർത്താണോ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല. ഇതൊരു വലിയൊരു തട്ടിപ്പാണെന്ന്. ഇതിവിടെ വ്യാപരിക്കുന്ന വേറെ ആത്മാവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലേ? അവിടെ വ്യാപരിക്കുന്നത് മറ്റൊരാത്മാവാണ്. അവിടെ വിളിച്ചു പറയപ്പെടുന്നത് മറ്റൊരു യേശുവാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ വേദഭാഗങ്ങളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വേദഭാഗത്ത് പൗലോസ് പറയുന്നു സഹോദരന്മാരെ എന്നാണ്. എന്താ സഹോദരന്മാരെന്ന് പറഞ്ഞു? ബ്രദർ എന്ന് പറഞ്ഞ ആരാണ്? ഒരേ അമ്മയുടെ ഉദരത്തിന് പിറന്ന ആൾക്കാരെയാണ് സഹോദരൻ എന്ന മലയാള വാക്കിന്റെ അർത്ഥമാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഒരേ അമ്മയുടെ ഉദരത്തിന് സഹോദരൻ, അതിനകത്തുനിന്ന് പുറപ്പെട്ടു വന്നവൻ എന്ന ആശയത്തിലാണ് സഹോദരൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരുമിച്ച് ദൈവത്തെ കോപ്പറേറ്റീവ് വർഷിപ്പായും സമൂഹമായിട്ടും ഒക്കെ ദൈവത്തെ സ്തുതിക്കുമ്പോഴും
ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോഴും എന്താ ചിന്ത എന്ത് വരണം? ഇവൻ എന്റെ സഹോദരനാണ്, ഇവൻ എന്റെ സഹോദരിയാണ്. ഈ കൺസെപ്റ്റ് ഇല്ലാതെ, ഈ ഒരു ചിന്തയില്ലാതെ ഒരു കാരണവശാലും നമ്മുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മകൾ എന്ത് വരില്ല? സഫലീകരിക്കപ്പെടില്ല. അപ്പോൾ ആര് നമ്മുടെ സഹോദരൻ സഹോദരി എന്നുള്ള ഒരു മനസ്സിലാക്കൽ വേദപുസ്തകം പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ സഹോദരനുമായിട്ടൊരു ബന്ധമില്ല, ദൈവമായി എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് ബന്ധമാകുമോ? അത് ഒരു കാരണവശാലും ബന്ധമാകുകയില്ല. കാരണം എന്താണ്? ദൈവത്തെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുമെന്നാണ്. അപ്പൊ കാണപ്പെടുന്ന സഹോദരൻ, കാണപ്പെടുന്ന സഹോദരി, അവരെ എന്ത് ചെയ്യണം? നമ്മൾ ആ അർത്ഥത്തിൽ കാണണമെന്നാണ്. അപ്പൊ ബൈബിളിന്റെ വിവശം എങ്ങനെയാണ്? സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ഇവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമുക്ക് ഈ വേദഭാഗത്തെ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന. പണ്ടൊക്കെ ഈ വേദഭാഗം ഞാൻ വായിച്ചപ്പോ ചിന്തിച്ചത്, നമ്മുടെ ഈ ബ്രദറൻ കൂട്ടത്തിൽ പോയിട്ട് ഒരു പാട്ടൊക്കെ പാടി നിർത്തിച്ചു പോകുന്ന എന്നൊരു സാധനമായി ബുദ്ധിയുള്ള ആരാധന എന്നൊക്കെ ചിന്തിച്ച ഒരു കാര്യം എനിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ വേദപുസ്തകം പഠിച്ചപ്പോഴാ മനസ്സിലായടാ, ഇത് അങ്ങനെ ഒരു പദപ്രയോഗം അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയുള്ള ആരാധന എന്ന വാക്കിന് അവിടെ കൊടുത്തിരിക്കുന്നത് റീസണബിൾ എന്നൊരു പദമാണ്. റീസണബിൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തെ ഒരാള് ആരാധനയോടുകൂടെ, ജീവിതം മുഴുവനും ആരാധന. ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതം ലൈഫ് ആസ് എ ഹോൾ, ലൈഫ് ഇറ്റ്സെൽഫ് ഈസ് എ വർഷിപ്പാണ്. നമ്മുടെ ജീവിതം തന്നെ ആരാധനയാണ്. അപ്പൊ ആ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ മഹത്വീകരിച്ചു. ഈ മഹത്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും വിചാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സേവനം കൊണ്ടും, ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം. അല്ലാതെ ഒച്ച ഉണ്ടാക്കുന്ന ഭാഗം മാത്രമല്ല, ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ചിന്ത കൊണ്ട്, വിചാരം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ശൈലി കൊണ്ട്, ജീവിതത്തിന്റെ പെരുമാറ്റങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആരെ മഹത്വീകരിക്കണം? കർത്താവിനെ മഹത്വീകരിക്കണം. സ്തോത്രം. അത് വളരെ മസ്റ്റാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള ആരാധന എന്ന് പറയുമ്പോൾ റീസണബിൾ ആയിരിക്കണം. റീസണബിൾ. എന്താ റീസണബിൾ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ? നമ്മൾ എന്ത് വകുപ്പിനാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്? എന്ത് വകുപ്പിനാ നമ്മൾ, ഏത് വകുപ്പിനാ ഗ്ലോറിഫൈ ചെയ്യുന്നത്? എന്തിനാ ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യുന്നത്? എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? നമ്മളൊരു പാട്ട് പാടുമല്ലോ, ചെങ്കടൽ കടന്ന മിരിയാം തൻ കയ്യിൽ തപ്പെടുത്താർത്തതുപോൽ എന്ന് നമ്മൾ പാടാറുണ്ട്. അപ്പൊ അവിടെ മിരിയാൻ തപ്പെടുത്തു നമ്മളായിട്ട് എന്താ ബന്ധം? മിരിയാൻ തപ്പെടുക്കെങ്കിൽ മിരിയാൻ തപ്പെടുത്തോട്ടെ, അവള് പാടിക്കോട്ടെ. പക്ഷെ നമ്മള് എന്തിനാ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നത്? നമ്മൾ എന്തിനാ ദൈവത്തെ സേവിക്കുന്നത്? മിരിയാൻ തപ്പെടുത്തത് കൊണ്ടാണോ നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്? അല്ലല്ലോ. മിരിയാൻ തപ്പെടുത്തത് കൊണ്ടല്ല നമ്മൾ തപ്പെടുത്തത്, ഒരു കാരണവശാലും അല്ല. അപ്പൊ ദൈവത്തെ മഹത്വം കരയേറ്റുന്നതിന്റെ റീസൺ അറിയണ്ടായോ? എന്താ ഇതിന്റെ ബേസിക് എന്താന്ന് അറിയണ്ടായോ? ഇത് അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങൾ ദൈവത്തിന് മഹത്വം കരയേറ്റാൻ? അപ്പൊ നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ള ആരാധനയാകണം എന്ന് പോൾ ഇവിടെ പറയുമ്പോൾ, ഇനി നിങ്ങൾ റോമാലേഖനം ഞാൻ വിശദീകരിക്കുന്നില്ല, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും പാപികളായ എനിക്ക് വേണ്ടി, പാപിയായ എനിക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ബലിമരണം, ക്രൂശ് മരണം ഇല്ലേ, ആ സ്വയജീവനെ വെടിഞ്ഞ ആ രംഗം, അതൊക്കെ നമ്മുടെ ചിന്തയിലേക്കും നമ്മുടെ വിചാരങ്ങളിലേക്കും നമ്മുടെ ആത്മതലങ്ങളിലേക്കും സ്തോത്രം പ്രവാഹമായി കവിഞ്ഞൊഴുകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ട്, അതിന്റെ പ്രകടനങ്ങൾ ഉണ്ട്. അവയാണ് എന്തിന്റെ ഇതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്? ഒരു ആരാധനയുടെ ഭാഗമായി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്, അല്ലാതെ അല്ല നമ്മൾ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ബുദ്ധിയുള്ള ആരാധന എന്ന വാക്കിന്റെ അർത്ഥം റീസണബിൾ ആയിരിക്കണം. സ്തോത്രം. ഞാൻ സഭാ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷകനായതുകൊണ്ട് ദൈവമക്കൾ കർത്താവിനൊരു സ്തോത്രം പറയണമെങ്കിൽ കാൽവറി മരണം, പണ്ട് നമ്മുടെ ഒരു പഴയൊരു പാട്ടുണ്ട്, നീയൻ ജ്ഞാനം നീതി ശുദ്ധിയും ദിവ്യ സമാധാനം. പണ്ടൊക്കെ പാട്ട് പാടുമ്പോൾ ബോറ് വരുമായിരുന്നു, അതിന്റെ
പ്രത്യേകിച്ച് മനസ്സിലാകാത്ത കുറെ ലൈൻ പോലെ തോന്നിയിട്ടുണ്ട് പണ്ടൊക്കെ. എന്താണ് നീയൻ ജ്ഞാനം, നീതി, ശുദ്ധിയും ദിവ്യ സമാധാനവും ആയി തീർന്നതാണ്. എന്തോ ഒരു അർത്ഥമുള്ളൊരു ഗാനമാണെന്നറിയാമോ? നീ എന്റെ നീതിയായി, നീ എന്റെ ജ്ഞാനമായി, നീ എന്റെ സമാധാനമായി തീർന്നതൊക്കെ പറഞ്ഞ് ഭക്തന്മാർ രക്ഷാകരമായ ദൈവ പദ്ധതിയെ ഓർത്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഗാനങ്ങൾ പാടിയത്. ശരിയാണോ? നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അതേ ഓർത്തിട്ടാണ് ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ദൈവത്തെ സ്തുതിച്ചത്. പക്ഷെ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്കതൊന്നും പറഞ്ഞ സ്തുതി വരികയെ. അതാണ് ഇതിന്റെ ഏറ്റവും ദയനീയമായ ചിത്രം. അത് പറഞ്ഞാൽ ഒരു മനുഷ്യനും അധികം അനങ്ങുകയല്ല. പക്ഷെ അതിന്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും ഒരു അവന്റെ ദേഹിക്കും ദേഹത്തിനും പറ്റിയ സൂത്രം പറയുമ്പോൾ അവരുമെല്ലാം അനങ്ങാൻ തുടങ്ങുന്നൊക്കെ ഞാൻ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് ദേഹത്തിനും ദേഹിക്കും പറ്റിയ കാര്യം? കഴിഞ്ഞ ആഴ്ച ദൈവം നിന്നെ പിടിവിച്ചില്ലേ? നിന്നെ സാലറി കൂട്ടി തന്നില്ലേ? നിന്നെ കർത്താവ് സഹായിച്ചില്ലേ? നിനക്ക് വീട് തന്നില്ലേ? നിനക്ക് ജോലി തന്നില്ലേ? എന്ന് പറയുമ്പോ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? അവര് പെട്ടെന്ന് അവരുടെ പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയാം, ഇത്തരം ആത്മീയത എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമാണ്. സ്തോത്രം. അത്തരക്കാരിൽ എനിക്ക് സംശയമുണ്ട്. ശരിയായ വീണ്ടും ജനനാനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരു കാരണവശാലും വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വിശ്വാസിക്ക് അത് കേൾക്കുമ്പോൾ അല്ല ത്രില്ല് വരുന്നത്. ആണോ? അത് കേൾക്കുമ്പോൾ അല്ല ത്രില്ല് വരുന്നത്. പിന്നെ എന്ത് കേൾക്കുമ്പോഴാണ്? പൗലോസ് പറയുന്നുണ്ട്, ഇരുട്ടിന്റെ അധികാരത്തിനെ വിടിവിച്ച് സ്നേഹസ്വരൂപനായി പുത്രരാജ്യവത്തിരിക്കുന്ന പിതാവായ ദൈവത്തിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ്? സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. കണ്ടോ? അവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് സ്തോത്രം ചെയ്യണമെന്നാണ്? നിങ്ങളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. സാത്താന്റെ ആധിപത്യത്തിൽ, ഇരുട്ടിൽ, എന്താ നരകത്തീക്ക് വിധിക്കപ്പെട്ട എന്നെ, സാത്താന്റെ അടിമത്വത്തിനകത്ത് കിടന്ന് നട്ടം തിരിഞ്ഞ എന്നെ എന്ത് ചെയ്തെന്നാണ്? അവന്റെ ആധിപത്യത്തിൽ നിന്നും അവന്റെ അധികാരത്തിൽ നിന്നും അവന്റെ കർത്തൃത്വത്തിൽ നിന്നും എന്നെ എങ്ങോട്ട് മാറ്റി? സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ എന്നെ ആക്കി വച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യണമെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ കർത്താവിലൂടെ നമുക്ക് ലഭ്യമായ രക്ഷാകരമായ പദ്ധതികളെ ഓർത്ത് അവയെ ധ്യാനിക്കുന്ന മഹനീയ അനുഭവമാണ് ഇവിടെ പോള് ബുദ്ധിയുള്ള ആരാധന എന്ന വാക്കുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത്. അല്ലാത്ത ആരാധനകൾ ആരാധന അല്ല എന്ന് വേണം നമ്മൾ തിരിച്ചറിയാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണമെന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെയാണ്. ഞാൻ ഒന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണമെന്നാണ്? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പൊ ഇവിടെ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചാട്ടെ. ശരിയായ നിലകളിൽ ഈ വാക്യം വിശദീകരിക്കുമ്പോൾ, മുഴുവനും വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായി. എന്താണ്? ഇത് 1 മണിക്കൂർ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്ന ഒരു സംഭവം അല്ലെന്നല്ലേ, അല്ലെ? സമർപ്പിപ്പീൻ. ആ വാക്യം ശ്രദ്ധിച്ചു നോക്കിക്കേ. യാഗമായി സമർപ്പിപ്പീൻ എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് പ്രോസസ് ആണെന്നർത്ഥം. അത് എപ്പോഴും തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ. ഞാൻ ഈ പറയുന്ന കാര്യം ആരാധന എന്നത് എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്. 1 മണിക്കൂറിന്റെയോ 2 മണിക്കൂറിന്റെയോ കാര്യമല്ല. അത് ഏതു നേരത്തും എപ്പോഴും ഭവനത്തിൽ ഇരിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ നമ്മളിൽ സംഭവിക്കപ്പെടുന്ന ആത്മീകപരമായിട്ടുള്ള നന്ദിയും മനോഭാവവും നമ്മുടെ ജീവിത ശൈലികളും എല്ലാം തന്നെ എന്തിൽ പെടുകയാണ്? ഈ പറയപ്പെടുന്ന ആരാധനയ്ക്കകത്ത് പെടുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണം? ശരീര സമർപ്പണം, നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ്. സബ്മിഷൻ. ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ആശയം. അതാണ് സമർപ്പണം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ പ്രധാനമായും 5 യാഗങ്ങളുണ്ട്. ഒരുപക്ഷെ സജിപ്പാസ് നിങ്ങൾ ഇതൊക്കെ ഒരുപക്ഷെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. 5 യാഗങ്ങളിൽ ആദ്യത്തെ 3 യാഗം
ഏതൊക്കെയാണ്? 5 യാഗങ്ങൾ. ഹോമയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്, സമാധാനയാഗമുണ്ട്, പിന്നെ പാപയാഗം, അകർത്യയാഗം. ഇതിൽ ആദ്യത്തെ 3 യാഗങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? ഭോജനയാഗം, സമാധാനയാഗം, അതുപോലെ ഹോമയാഗം. ഈ 3 യാഗങ്ങളും പ്രധാനമായും ആരാധനാ സംബന്ധിയായ യാഗങ്ങളാണ്. 3 യാഗങ്ങളും. ഈ 3 യാഗങ്ങളിലും സമർപ്പണമുണ്ട്. അവിടെ നന്ദി പറയുന്നുണ്ട്. സമർപ്പണമുണ്ട്, നന്ദി പറയുന്നുണ്ട്. ദൈവത്തോടുള്ള കൂട്ടായ്മയുടെ പ്രദർശനമായി ഈ 3 യാഗങ്ങളും നിലകൊള്ളുന്നുണ്ട്. ഏത് യാഗത്തിലാണ്? ഹോമയാഗത്തിലും ഭോജനയാഗത്തിലും അതുപോലെ സമാധാനയാഗത്തിലും. ഈ യാഗങ്ങളിലെല്ലാം തന്നെ ഒരു സമർപ്പണം അവിടെ നടക്കുന്നുണ്ട്. സമർപ്പണം. ഏത് വ്യക്തിയാണോ ആ യാഗവുമായി വരുന്നത്, അവൻ ആ യാഗമൃഗത്തിന്റെ തലമേൽ കൈവയ്ക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. സ്വയമായി സമർപ്പിക്കുന്ന ഒരു പ്രൊസീജിയറാ. അവിടെ തലകുത്തി ചാടാൻ പറ്റുമോ? സമർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ആശയം? സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ? സമർപ്പണം. സ്വയമായി അടിയറവ് വയ്ക്കുന്ന, സബ്മിസീവ് ആകുന്ന ഒരു വിനയത്തിന്റെ, അല്ലെ, വിനയത്തിന്റെ, താഴ്മയുടെ, എല്ലാം ഒരു നല്ല എളിമത്വത്തിന്റെ ഒക്കെ മനോഭാവം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് പഴയ നിയമത്തിലെ യാഗങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ യാഗം എന്ന് പറയുന്നുണ്ട്. യഹോവയ്ക്ക് സൗരഭ്യവാസനയായ യാഗം. അപ്പൊ ദൈവത്തിന്റെ വചനപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്ന അത്തരം യാഗങ്ങളാണ് ദൈവത്തിന് മുമ്പാകെ സൗരഭ്യവാസനയായ യാഗമായി മാറിയിട്ടുള്ളത്. അപ്പൊ ഇവിടെയും പറയുന്നത് നമ്മുടെ ശരീരത്തെ ദൈവം മുൻപാകെ സമർപ്പിക്കുന്ന അനുഭവമാണ് ആരാധന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളെ തന്നെ സമർപ്പിക്കുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ള ഒരാശയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക. എന്താണ്? നമ്മുടെ ബോഡിയെ മാത്രമാണ് ആശയമല്ല, ഒരു വ്യക്തിയുടെ ഹോൾ ബീയിങ്ങിനെ, എ ടോട്ടാലിറ്റി ഓഫ് ദ പേഴ്സൺ, ഒരു വ്യക്തിയുടെ മുഴുവളത്വത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഒരു പ്രൊസീജിയർ. സ്തോത്രം. അത് എവിടെ സംഭവിക്കപ്പെടണം? ആരാധനയ്ക്കകത്തുണ്ടാകണമെന്നാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് അത് എങ്ങനെ വേണം എന്നാണ് പറയുന്നത്. അത് എങ്ങനെ വേണം? അത് ജീവനുള്ളതായിരിക്കണം, വിശുദ്ധി ഉള്ളതായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആരാധകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ്? വിശുദ്ധമായിരിക്കണമെന്നാണ്. എബ്രായ ലേഖനമൊക്കെ ഞാൻ വായിച്ച 9-10 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ പറയുന്നുണ്ട്, വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ശുദ്ധീകരിക്കുക. അപ്പൊ പാപിയായ മനുഷ്യനെ ശുദ്ധീകരിക്കുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഒരാള് ആരാധകൻ പുതിയ നിയമത്തിലും വരുമ്പോൾ അവൻ എങ്ങനെയുള്ളവനായിരിക്കണം? അതാ ഞാൻ ദൈവമക്കളോട് പറഞ്ഞത്. റോഡേ പോകുന്നവനും വരുന്നവനും പോകുന്നവനും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി വന്നൊന്നും ദൈവത്തെ സ്തുതിക്കാനോ ദൈവത്തിന്റെ മുമ്പാകെ തന്റെ ശരീരത്തെ യാഗമായി അർപ്പിക്കാനോ കഴിയുകയില്ല. ആദ്യം എന്താ സംഭവിക്കപ്പെടേണ്ടത്? ആദ്യം ഇവൻ ദൈവത്തിന്റെ മകനായിട്ട് മാറണം. വേണ്ടേ? മകനായി മാറിയിട്ട് ഇവന്റെ ശരീരത്തെ, ഇവനെന്ന വ്യക്തിയെ ദൈവസന്നിധിയിൽ വിശുദ്ധമായി സമർപ്പിക്കണം. അപ്പൊ വിശുദ്ധമല്ലാത്ത ആരാധനകൾ, വിശുദ്ധമല്ലാത്ത സ്തോത്രങ്ങൾ, വിശുദ്ധമല്ലാത്ത സ്തുതികൾ എങ്ങനെയുള്ളതല്ല? ദൈവത്തിന് അംഗീകാരയോഗ്യമല്ലെന്നല്ലേ അതിന്റെ അർത്ഥം? തീർച്ചയായും ദൈവം മുൻപാകെ അംഗീകാരയോഗ്യമല്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ വാക്യങ്ങളുണ്ട്. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ കർത്താവ് വിശുദ്ധനായിരിക്കൊണ്ട് നിങ്ങളിൽ എങ്ങനെയുള്ളവരായി മാറണമെന്നാണ്? നിങ്ങളും വിശുദ്ധരായിരിക്കണമെന്ന വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കണം. അപ്പൊ വിശുദ്ധി ഇല്ലാത്തവൻ എന്ത് ചെയ്യരുത്? വിശുദ്ധി ഇല്ലാത്തവൻ ദൈവത്തിന് സ്തോത്രം പറയാൻ പാടില്ലെന്ന്. അപ്പൊ എന്ത് വേണം? അവൻ ആദ്യം യേശു ക്രിസ്തുവിന്റെ, നമ്മൾ എബ്രായത്തിൽ വാക്യമുണ്ട്, നമുക്കൊരു യാഗപീഠമുണ്ട് ഇവിടെ. ആ യാഗപീഠത്തിന്റെ അടുക്കൽ ചെല്ലണം. ആ യാഗപീഠത്തിന് അടുക്കൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവൻ ശുദ്ധീകരണം പ്രാപിക്കണം. അവൻ ശുദ്ധീകരണം പ്രാപിച്ചിട്ട് എന്ത് ചെയ്യണം? അവൻ ദൈവത്തിന്റെ മുൻപാകെ തന്നെ സമർപ്പിക്കണം. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അപ്പൊ ആരുടെ ആരാധന, ആരുടെ എന്താ പറയാ, ആരുടെ സ്തോത്രം,
അല്ലെ ആരുടെ ജീവിത ശൈലിയാണ് ദൈവത്തിന് പ്രസാദകരമാകുന്നത്? പ്രിയപ്പെട്ടവരെ, അശുദ്ധന്റെ യാഗമല്ല ദൈവത്തിന് വേണ്ടുന്നത്, വിശുദ്ധന്റെ യാഗമാണ് ദൈവത്തിന് ആവശ്യം. അശുദ്ധന് യാഗം അർപ്പിക്കാൻ പ്രമാണമില്ല, വിശുദ്ധൻ വേണം ദൈവത്തിന് മുമ്പാകെ യാഗം അർപ്പിക്കാൻ. അങ്ങനെ അർപ്പിക്കുമ്പോൾ അത് ദൈവപ്രസാദകരമായി മാറും. നമുക്ക് ഈ പഴയ നിയമത്തിലെ ഈവന്റ് അറിയാമെങ്കിലും ഞാൻ ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ ഈ കായീനും ഹാബേലും യാഗം കഴിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ദൈവദാസന്മാര് പറയുന്നുണ്ട്, ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, കായീന്റെ ദൈവം പ്രസാദിക്കാതിരിക്കാനുള്ള കാരണം അവൻ പച്ചക്കറി കൊണ്ടുവന്നുകൊണ്ടാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, പച്ചക്കറി കൊണ്ടുവന്നത് കൊണ്ടൊന്നും അല്ല. ആമേൻ. അവിടെ ബൈബിൾ പറയുന്ന ദൈവം കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചെന്നാണ്. അപ്പൊ അവിടെ എന്താ കാണുന്നത്? ഹാബേലിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടായി, ആദ്യം ഹാബേലിലാണ്, പിന്നെയാണ് അവന്റെ വഴിപാടിൽ. കായിന്റെ കാര്യം വന്നപ്പോഴോ കായീനിലും ദൈവത്തിന് പ്രസാദം ഉണ്ടായില്ല, അവൻ അർപ്പിച്ച വഴിപാടിലും പ്രസാദം ഉണ്ടായില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ജീവിതം വിശുദ്ധമല്ലായിരുന്നു. തെളിവുണ്ടോ? നമുക്ക് അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കായീനെ, നീ എന്തിനാ കോപിക്കുന്നത്? പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു എന്നല്ലേ പറഞ്ഞത്? പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കണം. സ്തോത്രം. അപ്പം ഈ പാപവും കൊട്ടക്കണക്കിന് ഈ പാപവും ഇതെല്ലാം വെച്ചുകൊണ്ട് വന്ന് പാസ്റ്റർമാരായാലും വിശ്വാസിയായാലും നേതാവായാലും സെൻട്രൽ പാസ്റ്റർമാരായാലും ദൈവം മുൻപാകെ ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും 5 പൈസയുടെ വില പോലും ഇല്ലെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ആരാധന സംബന്ധിച്ച നിർവചനം വളരെ കൃത്യമായി പോൾ ഇവിടെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. അപ്പൊ ദൈവത്തിന് ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു വേദഭാഗം വായിക്കാമോ? ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം പെട്ടെന്നൊന്ന് എടുത്ത് വായിക്കാമോ? ആവർത്തന പുസ്തകം 23-ന്റെ 14-ാമത് വേദഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാമോ? വേദഭാഗം എന്താണ് പറയുന്നത്? വായിച്ചാൽ. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കുവാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു. നിന്നിൽ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിക്കുവാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം. നോക്കണേ, ഇവിടെ ഈ ആവർത്തന പുസ്തകത്തിലും നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പറയുകയാണ്, കൽപ്പന കൊടുക്കുമ്പോൾ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ നിന്റെ മധ്യേ നടക്കുന്നു, നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടുപോകാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണമെന്ന്. സ്തോത്രം. എന്താ ഇവിടെ പറയുന്നതിന്റെ ആശയം? എന്താ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? എന്താ? നമ്മൾ പുതിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ജീവിതം നമ്മളായിരിക്കുന്ന ജീവിതത്തിന്റെ മേഖല, നമ്മളായിരിക്കുന്ന നമ്മുടെ ലൈഫ് എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ്? ശുദ്ധമായിരിക്കണം. കണ്ടോ, അവർക്ക് വരെ പ്രമാണം കൊടുത്തപ്പം വൃത്തികേട് കണ്ടാൽ എന്ത് സംഭവിക്കുമെന്നാ? നിന്റെ ദൈവമായ യഹോവ നിന്നെ വിട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ വൃത്തികേടുകൾ വരാതെ, അതിന്റെ ആശയം ഇതാണ്, ദൈവം വിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു ദൈവം തന്നെയാണ്. ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവനും ദൈവത്തെ സേവിക്കുന്നവനും ദൈവത്തെ സ്തുതിക്കുന്നവനും ദൈവത്തെ മഹത്വീകരിക്കുന്നവനും എല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമസ്ഥരാകണം. ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തെ ലാഘവത്തോടെ കാണാൻ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളുണ്ട്, അല്ലെ? ജീവിതത്തെ അതിന് നിസ്സാരമായി കാണുന്ന ഒരു വല്ലാത്ത തലമുറ ഇവിടെയുണ്ട്. ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറയും അവൻ അതിവിശുദ്ധനാന്ന് പറയും. അതിവിശുദ്ധനായിട്ട് പറയുന്നതല്ല, ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നു. സ്തോത്രം. ഇന്ന് വിശുദ്ധയെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറയുമ്പോൾ പരീക്ഷനാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും കുറെ ആൾക്കാർ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ബൈബിള് പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തെ, ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധമായിട്ട് അർപ്പിക്കണം. നമ്മളെ ഈ ചില ദൈവദാസന്മാരൊക്കെ നമ്മൾ ഈ കൈയൊക്കെ നന്നായിട്ട് ആഞ്ഞടിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ചിലർ പറഞ്ഞൊരു പ്രയോഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളെ വാക്യം വായിച്ചിട്ടുണ്ടോ? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമാണത്. കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ട്
ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്താ വാക്യത്തിന്റെ അർത്ഥം? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ വാക്യം. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥമെന്നറിയാമോ? അതിന്റെ മുകളിലെ വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ ഒരു വല്ലാത്ത ജീവിതശൈലി, ദുർനടപ്പിന്റെ ജീവിതശൈലി പകർത്തുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായപ്പോൾ പൗലോസ് അതിനെ എന്ത് ചെയ്യുകയാണ്? കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തിട്ട് പറയും, നിങ്ങളുടെ ശരീരം അതിനു വേണ്ടിയുള്ളതല്ല. ഏതിനു വേണ്ടി? തിന്മയ്ക്ക് വേണ്ടിയോ ദുർനടപ്പിന് വേണ്ടിയോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കരുത്. പിന്നെ എന്ത് ചെയ്യാനാണ്? നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശരീരം കൊണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഈ ശരീരം വിശുദ്ധമായ ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, നമ്മുടെ ഹൃദയം എല്ലാം ആർക്കുള്ളതാണ്? ദൈവത്തിൻ്റെതാണ്. ഈ ശരീരം കൊണ്ട് പാപം ചെയ്യാതിരിക്കുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ ആ ശരീരം കൊണ്ട് ആരെ മഹത്വപ്പെടുത്തുന്നെന്നാണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതല്ലേ ശരിയായ വ്യാഖ്യാനം? കർത്താവിന് വേണ്ടി പാപം ചെയ്യാനും തെറ്റ് ചെയ്യാനും ടെൻഡൻസികളും കാര്യങ്ങളും മുമ്പിൽ വന്നു നിൽക്കുമ്പോ അതിനകത്ത് പങ്കാളിത്തം വഹിക്കാതെ മാറി നിൽക്കുന്നതല്ലേ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കാര്യം? ശരിയാണോ? 10 പേര് കൂട്ടുകാര് 10 പേര് കൂടി നിന്ന് അച്ഛ അടിക്കെന്ന് പറയുമ്പോൾ അത് മേടിച്ച് കുടിച്ചു സ്വത്രം പറയുന്നതാണോ നല്ലത്? അതോ മാറി നിന്നേച്ച് ദൈവത്തിന് സ്തോത്രം പറയുന്നതാണോ നല്ലത്? അതിനകത്ത് മാറി നിന്നിട്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നതാണ് എന്ത്? ദൈവത്തെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തുന്ന, ശരീരം കൊണ്ട് മഹത്വപ്പെടുത്തുന്ന മഹനീയമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞു? അപ്പോൾ തിന്മയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, പാപത്തിന്റെ ലാഞ്ചയിൽ നിന്നെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ബാധ്യസ്ഥരായ ദൈവമക്കളാണ്. സ്തോത്രം. ഇതിന്റെ അർത്ഥങ്ങളാരും തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് ഇനി ആരും യോഗത്തിന് പോകണ്ട, കൈയടിക്കരുത്, പാട്ടുപാടല്ലേ, സ്തുതിക്കല്ലേ എന്നൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതിനെ മാത്രം ആരാധന എന്ന് പേര് പറഞ്ഞുകൊണ്ട് നടക്കുവാൻ പാടുള്ളതല്ല. ജീവിതത്തിലുടനീളം മുഴുവനും നമ്മൾ ദൈവികമായ ആരാധന എന്ന ആ വിഷയത്തെ മനസ്സിലാക്കി ജീവിതം മൊത്തം അതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുന്നവരാകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ദയവായി ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മുടെ ഇടയിൽ സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരാധനയുടെ വിവിധ വേഷൻസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. പല സാധനങ്ങളും ഈ ഇന്നത്തെ ആധുനിക സംഗീത ഉപകരണങ്ങളൊക്കെ ഇട്ട് അടിച്ചു പൊട്ടിച്ച് ഒരു ബഹളം വെച്ചൊരു മാസ്മരിക വലയമുണ്ടാക്കി അതിനകത്ത് ആളുകളെ തിമർത്താടിക്കുന്ന കുറെ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇതിനെ ആരാധന എന്ന പേരിട്ടുകൊണ്ട് നടക്കുന്ന ഒരു വല്ലാത്ത സമൂഹമുണ്ട്. അങ്ങനെയുള്ള നടുവിൽ വചനം പറയുകയാണ്, ശരീരത്തെ സമർപ്പിക്കാത്ത യാതൊന്നും തന്നെ ശരിയായ ആരാധനയല്ല. വിശുദ്ധിയില്ലാത്ത യാതൊന്നും തന്നെ ശരിയായ ആരാധനയല്ല. ദൈവപ്രസാദമില്ലാത്ത യാതൊന്നും തന്നെ ശരിയായ ആരാധനയല്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കർത്താവ് പറഞ്ഞ ആ വാക്യം കൂടി ഒന്ന് പരിശോധിക്കാം. കർത്താവ് എന്താണ് പറഞ്ഞത്? സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ അവിടെ ആരാധിക്കണം? ആരെ ആരാധിക്കണം? എങ്ങനെ ആരാധിക്കണം? ആരാധിക്കണം? സത്യനമസ്കാരികൾ. ആരെ ആരാധിക്കണം? പിതാവിനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് എന്താണ് ഈ ആത്മാവ്? എന്താണ് ഈ സത്യം? പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സത്യം? ദൈവത്തിന്റെ മഹത്തായ വചനമാണ് സത്യം. സ്തോത്രം. ദൈവത്തിന്റെ കൽപ്പനകളാണ് സത്യം. ദൈവത്തിന്റെ വചനമാണ് സത്യം. ഈ വചനങ്ങളെ പ്രമാണിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? കർത്താവിനെ അങ്ങനെയുള്ളവർ സേവിക്കണം, അങ്ങനെയുള്ളവർ ആരാധിക്കണമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, അതിനുള്ള നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്നാണ്. നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എപ്പോഴാ തുടങ്ങിയെന്നറിയാമോ? എപ്പോഴാ തുടങ്ങിയത്? ദൈവത്തിന്റെ മഹത്വമേറിയ ദൈവത്തിന്റെ വചനം പത്രോസ് പ്രഖ്യാപിച്ച് കഴിഞ്ഞ് അനേക പ്രിയപ്പെട്ടവർ എങ്ങോട്ട് വരികയാണ്? ഈ ദൈവരാജ്യത്തിലേക്ക് കയറുകയാണ്. നമ്മളവിടെ കാണുന്നുണ്ട്, അവർ അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് പറയുമ്പോൾ ഒരു പറ്റം ആളുകൾ അവിടെ ജീവിതത്തിൽ ഉടനീളം എന്ത് ചെയ്യാൻ തുടങ്ങി? ദൈവിക ആരാധനയിലേക്ക് ജനങ്ങൾ നടത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം അനുസരിക്കാത്ത ഒരാൾക്കും ദൈവത്തെ സ്തുതിക്കാനോ ആരാധിക്കാനോ
കഴിയുകയില്ല. പഴയ നിയമത്തിൽ പോലും നമ്മൾ അതിന്റെ എക്സാമ്പിൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യഹോവയായ ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ ജനത്തെ ആരാധിപ്പാനായി വിട്ടയക്കണമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പഴയ നിയമത്തിൽ പുറപ്പാട്, ലേവിയ, സംഖ്യ, ആവർത്തനം ഈ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, എന്ത് പറഞ്ഞിട്ടില്ല, ഇവർ ആരാധിച്ചു 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 എന്നൊരു വാക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? ദൈവം അവർക്ക് പ്രമാണങ്ങൾ കൊടുത്തിട്ടുണ്ട്, വിശുദ്ധിയുടെ, വേർപാടിന്റെ കൽപ്പനകളെല്ലാം നൽകിയിട്ടുണ്ട്. ഈ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്ന ജീവിത ശൈലിയാണ് എന്തായിട്ട് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആരാധനയായി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ 10 കൽപ്പന നമുക്കറിയാലോ. 10 കൽപ്പനയ്ക്കകത്തെ ആദ്യത്തെ 4 കൽപ്പന, ആദ്യത്തെ 4 അത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്, മനുഷ്യനും ദൈവവുമായുള്ള ബന്ധത്തെ. അതിനുശേഷമുള്ള 6 കൽപ്പനകൾ മനുഷ്യനുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ദൈവമായും മനുഷ്യനുമായുമുള്ള അവന്റെ ബന്ധം, സ്തോത്രം, അവന്റെ റെസ്പോൺസിബിലിറ്റീസ്, അവന്റെ ഉത്തരവാദിത്തങ്ങൾ, അവന്റെ കടമകൾ, അവൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അവ രണ്ടും ഒരുപോലെ ആയെങ്കിലേ എന്താകാൻ പറ്റുള്ളൂ, ഇവൻ ശരിയായ ആരാധകനാണെന്ന് ബൈബിള് പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവനെ ശരിയായി ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ മുൻപോട്ട് പോകാനും കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കുന്ന പ്രധാനമായ സത്യം, ആരാധന എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങിന്റെ ഒരു ബഹളമോ ചടങ്ങിന്റെ കാര്യങ്ങളോ അല്ല, ജീവിതം മുഴുവനും ദൈവമുമ്പാകെ സമർപ്പിക്കുന്ന കാര്യമാണ്. ഇനി എന്താണ് ദൈവത്തിന് മുമ്പാകെ യാഗമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിലൂടെ അർത്ഥമാക്കുന്ന കാര്യം എന്താണ്? ദൈവമക്കൾ നമ്മൾ പുതിയ നിയമത്തിന്റെ ആരാധകരാണ്, പുതിയ നിയമ വിശ്വാസികളാണ്. പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രധാനമായും 6 വിധ സമർപ്പണത്തെ കുറിച്ച് പറയുന്നുണ്ട്. 6 വിധ യാഗങ്ങൾ ദൈവമക്കൾക്കുണ്ട്. അതിനകത്തെ 1ാമത്തെ യാഗമാണ് ഈ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം നമ്മൾ വായിച്ച ഈ വേദഭാഗം. എന്താണത്? ശരീരത്തെ സമർപ്പിക്കുന്ന യാഗം. അതിനെ ശരീര സമർപ്പണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനുശേഷം 2ാമത് ദൈവമക്കൾക്കുള്ള യാഗമുണ്ട്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നിങ്ങൾ പെട്ടെന്ന് എന്റെ കൂടെ വരണമേ. 13-ന്റെ 15-ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്. അവിടെയും യാഗമായിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ആ യാഗം? 13-ന്റെ 15 ഒന്ന് വായിക്കാമോ? എബ്രായർ 13-ന്റെ 15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അപ്പൊ സ്തോത്രം എന്ന് പറയുന്നതും എന്താണ്? ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും എന്തായിട്ട് പറയുന്നുണ്ട് ഇവിടെ? സാക്രിഫൈസ് ആയിട്ട് ഇവിടെ പറയുന്നു. 1ാമത്തേത് ശരീരം സമർപ്പിക്കുന്ന യാഗം, അതിന്റെ ക്ലോസ് കുറെ നമ്മൾ പറഞ്ഞല്ലോ. 2ാമത് ഇവിടെ പറയുന്നു നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അത് ഇടവിടാതെ അർപ്പിക്കാനല്ലേ പറഞ്ഞത്? അതോ ഞായറാഴ്ച മാത്രം അർപ്പിക്കാനല്ലല്ലോ പറഞ്ഞേക്കുന്നത്? ഇടവിടാതെ അർപ്പിക്കണം. അത് വീട്ടിലിരിക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അത് ആവശ്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. സ്തുതി എന്ന യാഗമുണ്ട്. അതുപോലെ ആ വായിച്ച വേദഭാഗം താഴെ പറയുന്നുണ്ട്, നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്, അല്ലെ? ഡൂയിങ് ഗുഡ് ആൻഡ് ഷെയറിങ്. നന്മ ചെയ്യുക, ഷെയർ ചെയ്യുക, അല്ലെ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ വാക്യങ്ങളൊക്കെ പ്രായോഗികമായി മാനുഷികമായി ചിന്തിച്ചാൽ. പക്ഷെ ഇവിടെ പറയുന്നു നന്മ ചെയ്യണം, കൂട്ടായ്മ കാണിക്കണം. ഈ വക യാഗത്തിലാണ് ആര് പ്രസാദിക്കുന്നത്? ദൈവം പ്രസാദിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കണം, നന്മ നമ്മൾ ചെയ്യണം, നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ബൈബിൾ പറയുന്നു. ഇതൊരു യാഗമാണ്. ദാനം ചെയ്യുക അതെന്താണ്? ഒരു യാഗമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുപോലെ അടുത്ത ഒരു യാഗമാണ്, 4ാമത്തെ യാഗമാണ് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുന്നു. 4:18 അവിടെ പറയുന്നുണ്ട്, ധനസഹായം, മറ്റുള്ളവരെ സാമ്പത്തികമായി അതിനർഹരായവരെ സഹായിക്കുന്നത്, ദൈവവേലയ്ക്കും സുവിശേഷ വേലയ്ക്കും ചെലവിടുന്ന കാര്യം എങ്ങനെയുള്ളതാണെന്നറിയാമോ?
അത് സൗരഭ്യവാസനയായ യാഗമാണ്. ഏത് യാഗം? കർത്താവിന് വേണ്ടി ചെലവിടുന്നതൊക്കെ സൗരഭ്യവാസനയായ യാഗമെന്നാണ്. അപ്പൊ നമ്മൾ ഈ മേൽ പറഞ്ഞ യാഗത്തിനൊന്നും സൗരഭ്യം വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ യാഗത്തിനകത്ത് എന്ത് വരുന്നുണ്ട്? സൗരഭ്യവാസനയായ യാഗമാണ്. ഏത് യാഗം? ദൈവവേലയ്ക്ക് വേണ്ടി ഉള്ളവന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ദൈവവേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, കൊടുക്കുക, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? യാഗത്തിന്റെ ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാന് ഇപ്പോൾ തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. അവിടെ പറയുന്നു ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. ചില ആളുകൾക്ക് അങ്ങനെ ചില നിയമങ്ങൾ കിട്ടാറുണ്ട്. അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ പാനീയാഗമായി ഒഴിക്കപ്പെട്ടവരാണ്, രക്തസാക്ഷിത്വം വരിച്ചവരാണ്. അതിനെയും ബൈബിൾ വിളിക്കുന്ന പേരാണ് യാഗം, സാക്രിഫൈസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വേദപുസ്തകാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇതെല്ലാം പെടുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെ? ശരീരം സമർപ്പിക്കുക, സ്തുതി എന്ന യാഗമുണ്ട്, നന്മ ചെയ്യുന്ന യാഗമുണ്ട്, പങ്കിടുന്ന യാഗമുണ്ട്, അതുപോലെ സഹായിക്കുന്ന യാഗമുണ്ട്. അവസാനം നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ തന്നെ സമർപ്പിക്കുന്ന അതിനെയും വേദപുസ്തകം യാഗമെന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെ മുൻപോട്ട് പോകുന്ന ആരാധകരെയാണ് ദൈവം ഈ കാലഘട്ടത്തിലും അന്വേഷിക്കുന്നത്. സ്തോത്രം. ഈ കാലഘട്ടത്തിലും ദൈവം അന്വേഷിക്കുന്നത് ഇങ്ങനെയുള്ള സത്യാരാധകരെയാണ്. അല്ലാതെ കേവലം ഒരു മണിക്കൂറിന്റെ പരിപാടിയിട്ട് ജനങ്ങളെ വല്ലാണ്ടാക്കി കളയുന്ന ഒരു വല്ലാത്ത കാലഘട്ടം, ജനങ്ങളെ തളച്ചിടുന്ന ഒരു വല്ലാത്ത വഞ്ചനയുടെ ആത്മാവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന തലമുറ എഴുന്നേറ്റ് വരേണ്ടതിന് നമുക്ക് ദൈവത്തോട് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു തലമുറ എഴുന്നേൽക്കണം. സത്യവചനത്തെ പ്രഘോഷിക്കുന്ന, ഉപദേശങ്ങൾ നിലകൊള്ളുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരേണ്ടതിന് നമുക്ക് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ആരാധന ജീവിതം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. ചില ആളുകളാണെങ്കിൽ ഈ ഒരു ഒന്നിച്ചു കൂടുന്ന സമയത്ത് കാണിക്കുന്ന കുറെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസത്തോട് ചോദിച്ചു, ഈ ആക്ഷൻ ഇവൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ കാണിക്കാറുണ്ടോ? ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുമ്പോഴൊക്കെ ഈ ഹൃദയമൊക്കെ ചവിട്ടി ഒറ്റയ്ക്ക് പെരയ്ക്കകത്തൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നെങ്കിലൊക്കെ നല്ല കാര്യം. പക്ഷെ ആളുകളെ കാണിക്കുവാൻ വേണ്ടി, ഷോ ഓഫിന് വേണ്ടി ചെയ്യുന്ന കുറെ പ്രകടനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാൾ വീടിനകത്ത് ദൈവത്തെ എങ്ങനെയാണോ സ്തുതിക്കുന്നത്, എങ്ങനെയാണ് അതുപോലെയൊക്കെ തന്നെ എങ്ങനെ ഇവിടെ സ്തുതിക്കും? അല്ല, വീടിനകത്ത് വേറൊരു ഭാവം, ചർച്ച ചെല്ലുമ്പോൾ മറ്റൊരു ഭാവം, വേറെ സ്ഥലം മറ്റൊരു രീതി ഒന്നും അല്ലല്ലോ. എല്ലായിടത്തും ഒരേ ഭാവം തന്നെയല്ലേ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം പ്രത്യേകമായി ഉണ്ടാകുന്ന ഒരു അനുഭവമൊന്നുമല്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴും, വീട്ടിലായിരിക്കുമ്പോഴും, ചർച്ചിൽ പോകുമ്പോഴും, സഭായോഗത്തിന് പോകുമ്പോഴും, എവിടെ സഞ്ചരിക്കുമ്പോഴും അവന്റെ ദൈവിക ആരാധനാ മനോഭാവം സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. അവൻ സഭയെ ചെല്ലുമ്പം അവിടെ സമൂഹമായിട്ടൊരു മനോഭാവം എന്നല്ലാതെ അതിനപ്പുറത്തൊരു വ്യത്യസ്തതയില്ല. നമ്മൾ അങ്ങനെ ഏത് സ്ഥാനത്തും ഏത് സമയത്തും സ്ഥിരമായ ഒരു ആരാധകരായി, സ്തോത്രം, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? സ്ഥിരമായ ഒരു ആരാധകരായി, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി, പൂർണ്ണ നിശ്ചയത്തോടെ. എബ്രായർ ഒരു വാക്യമുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം നമ്മുടെ നിർജീവപ്രവർത്തനത്തിലെ പോകുന്ന ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ എത്രയധികം ശുദ്ധീകരിക്കുമെന്നാണ്. അപ്പൊ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തത്തിന്റെ ആ കഴുകൽ നമുക്ക് ആവശ്യമുണ്ട്. വേണ്ടായോ? അത് നമുക്ക് വേണം. അതുണ്ടെങ്കിലേ ആരാധന ജീവിതത്തിൽ ഉടനീളം സാധ്യമാകുകയുള്ളൂ. നമ്മെ തന്നെ ദൈവഭാഗം സമർപ്പിച്ച് നമുക്കൊരു നിമിഷം നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ നമ്മെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിക്കാം. ദൈവത്തിന് പ്രസാദകരമായ ജീവനുള്ള വിശുദ്ധമായ ഒരു അനുഭവത്തിലൂടെ, സ്തോത്രം, നമ്മുടെ മനോഭാവങ്ങളെല്ലാം അതിൽ പെടുന്നു. പ്രിയപ്പെട്ടത്, നമ്മുടെ ചിന്ത പെടുന്നു. നമ്മുടെ ചിന്തകൾ, വിചാരങ്ങൾ, സങ്കല്പങ്ങൾ, ജീവിത ശൈലികൾ, പ്രവർത്തനങ്ങൾ, എല്ലാ മേഖലയും അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. അങ്ങനെ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു ത്യാഗം എന്ന വണ്ണം ദൈവമാകെ ഏൽപ്പിക്കുന്ന സമർപ്പണത്തിന്റെ ഒരു അനുഭവമാണ് ആരാധന എന്നതുകൊണ്ട് ബൈബിൾ വിവക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സത്യാരാധകരായ ദൈവത്തെ സേവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന്
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നാം കേൾക്കുകയായിരുന്നു. ദൈവദാസൻ നമ്മോട് സംസാരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൽ ശരണപ്പെട്ട് കടന്നു വന്നത് ആരാധന എന്നൊരു വിഷയത്തെ കുറിച്ചാണ്. അതിന്റെ വിവിധങ്ങളായ വശങ്ങളെ റോമാലേഖനം 12-ാം അധ്യായത്തെ മുൻനിർത്തി സംസാരിക്കുകയായിരുന്നു. ആരാധനയെ കുറിച്ച് വിവിധ നിലകളിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും സ്വർഗത്തിലെ ദൈവം തന്റെ ദാസന്മാരെ നമ്മുടെ നടുവിലേക്ക് അയച്ച് ഓരോരോ കാര്യങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവദാസന്മാരെ നമ്മുടെ നടുവിൽ അയക്കുന്നത്. താൻ റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണല്ലോ സംസാരിച്ചു തുടങ്ങിയത്. അത് മാത്രമല്ല, സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു പദപ്രയോഗം നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. അതായത് പണ്ട് കാലത്ത് വേർപെട്ട ദൈവജനം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് വിശുദ്ധ സഭായോഗത്തോടുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നതിന് ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നത് സഭായോഗത്തിന് പോവുക എന്നുള്ളതാണ്. അതായത് അവർ ഒരുമിച്ച് കൂടുന്ന ആ സ്ഥലത്തെ സഭാ ഹോൾ എന്നൊക്കെ വിളിക്കും. ഹോൾ എന്ന് പറയും, സഭാ ഹോൾ എന്ന് പറയും. ആക്ച്വലി അതൊരു ഓഡിറ്റോറിയം പോലെയാണല്ലോ. അപ്പം വേർപെട്ട ദൈവജനത്തിന്റെ നടുവിൽ ആ കാലഘട്ടത്തിൽ നമുക്കിന്നുള്ളത് പോലത്തെ ഡിഗ്രിയോ അറിവോ പാണ്ഡിത്യോ ഒന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അവര് പലരും കർഷകരും കർഷക തൊഴിലാളികളും അങ്ങനെയൊക്കെയുള്ള പരിമിതമായ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്നവരാണെങ്കിലും അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ ഇന്നലകളിൽ കൂടിക്കൊണ്ടിരുന്ന അമ്പരചുംബികളായ ആ പള്ളിക്കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് അതിൽ ദൈവസാന്നിധ്യമില്ല. ദൈവസാന്നിധ്യം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ദൈവത്തിന്റെ മന്ദിരം എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അവർ ഈ അമ്പരചുംബികളായ പള്ളിക്കെട്ടിടങ്ങൾ വിട്ട് പുറത്തിറങ്ങി വന്ന് ഈ പറഞ്ഞതുപോലെ അവർ ഒരുമിച്ച് കൂടിയ ആ ബിൽഡിങ്ങിനെ അവർ സഭാഗോൾ എന്ന് വിളിച്ചത്. അപ്പൊ അതൊരു തിരിച്ചറിവാണ്. നമ്മുടെ ആളുകൾക്ക് ആ തിരിച്ചറിവ് എന്ന് വളരെ കുറഞ്ഞുപോയി. അതുപോലെ അവർ ആ ഒരുമിച്ച് കൂടുന്ന ആ കൂടിവരവ് അതൊരു ഫെലോഷിപ്പാണ്. ആക്ച്വലി വിശുദ്ധന്മാരുടെ ഫെലോഷിപ്പാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താ? 6 ദിവസം അല്ലെങ്കിൽ 7 ദിവസത്തെ ആരാധന എന്ന് പറയുന്നത്, ആ ആരാധന സമർപ്പിത ജീവിതമല്ലേ കാണിക്കുന്നത്? ബലിപീഠത്തിലാണ് അവരുടെ ജീവിതം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവർ സമർപ്പിതരാണ്. അവരുടെ ജീവിതം കൊണ്ട്, ജീവിതത്തിലെ സമസ്ത മേഖലകൾ കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. ദൈവദാസൻ തന്റെ മെസ്സേജ് അവസാന ഭാഗത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ റോമലേഖനം 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ശരീരത്തെ സമർപ്പിക്കുക എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ട് പിന്നീട് എബ്രായ ലേഖനം 13-ലും മറ്റു ഭാഗങ്ങളും ഒക്കെ എടുത്തു വെച്ച് പറഞ്ഞു. അതിനുശേഷം പുതിയ നിയമ വിശുദ്ധന്മാർ അർപ്പിക്കേണ്ട യാഗങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മെ കേൾപ്പിച്ചു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകളാണ് അല്ലെ? വീണ്ടും വീണ്ടും ഇതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ ചുറ്റുപാടും ഒക്കെയുള്ള അനേക ആയിരങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അവരിൽ ബഹുഭൂരിപക്ഷം പേര് ഞായറാഴ്ച ഒത്തുകൂടാൻ പോകുന്നതിന് ആരാധനയ്ക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിശ്ചയമായും അവിടെ ആരാധനയുണ്ടെന്ന് ദേവദാസൻ പറഞ്ഞു. അത് വാസ്തവം തന്നെ. അപ്പൊ ഈ 6 ദിവസം ആരാധിക്കാത്തവൻ, ജീവിതം കൊണ്ട് ആരാധന ഇല്ലാത്തവൻ 7-ാം ദിവസം വന്ന് കാട്ടിക്കൂട്ടുന്ന ആ കോപ്രായങ്ങളെ, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്, കുറെ കോപ്രായങ്ങളല്ല ആരാധന എന്ന് പറയുന്നത്. എന്തെങ്കിലും ശരീരം ഇട്ട് കുലുക്കുന്നതോ മറിക്കുന്നതോ ഒന്നും അല്ല ആരാധന എന്ന് പറയുന്നത്. അതിനു മുമ്പ് ശരീരത്തെ സമർപ്പിക്കണം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തീറാധാരത്തിൽ ഒപ്പുവെക്കണം. അങ്ങനെ അല്ലാത്ത ഒരാൾക്കും അതിന് കഴിയില്ല. ഗൗരവമായൊരു കാര്യം പറഞ്ഞു വന്നപ്പോ തന്നെ സൂചിപ്പിച്ചു. അതായത് എല്ലാവർക്കും കയറി ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം. അത് നമ്മുടെ ബോധ്യങ്ങളാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ ഒത്തുകൂടുന്ന ഇടങ്ങളിലും ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നു മുമ്പിലേക്ക്. ഒന്ന് പ്രാർത്ഥന, 2 ആരാധന. ലോകത്തിലുള്ള സകല മനുഷ്യർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. എന്നാൽ എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് തിരുവചന പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. അതേ കാര്യമാണ് ഒരിക്കൽ കൂടെ ദൈവദാസനിലൂടെ നമ്മുടെ നടുവില് ഊന്നി പറയാനായിട്ട് ഇടയായത്. ദൈവദാസൻ അത് ഊന്നി പറഞ്ഞു കഴിഞ്ഞു. അതായത് എല്ലാവർക്കും കയറി എല്ലാം കാട്ടിക്കൂട്ടാവുന്നതല്ലെന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കാം, ആർക്കും പ്രാർത്ഥിക്കാം. ആർക്കും പ്രാർത്ഥിക്കാം. സൃഷ്ടാവായ ദൈവം പ്രാർത്ഥന കേൾക്കും, കേൾക്കാതിരിക്കും. ചിലപ്പോൾ ചിലരുടെ കേൾക്കും, ചിലരുടെ കേൾക്കാതെയൊക്കെ ഇരിക്കും. അത് നമുക്കറിയില്ല. എന്നാൽ ആരാധനയോടുള്ള ബന്ധത്തില് റോമാലേഖനം 12-ാം അധ്യായത്തിലാണ് ആ വിഷയം പറയുന്നത്. 1-ാം അധ്യായത്തിലല്ല. 1-ാം അധ്യായത്തിലും പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. വ്യർത്ഥമായ ചില ആരാധനകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ. അതായത് പാമ്പ്, പഴുതാര, പല്ലി എന്ന് വേണ്ട
അങ്ങനെയുള്ള പലതിനെയും ഒക്കെ ആരാധിച്ച് സേവിച്ച് നടക്കുന്ന ആളുകളെ കുറിച്ചുള്ള സൂചന അവിടെ പറയുന്നുണ്ട്. അതെല്ലാം പാപനിമിത്തമാണ്. അപ്പൊ പാപത്തെ കുറിച്ച് പറഞ്ഞു വന്ന് പാപത്തിൽ നിന്നുള്ള വിടുതലിന് ഒരേ ഒരു സെന്റർ എന്ന് പറയുന്ന കാൽവറിയാണ്. കാൽവറിയിലൂടെ ഒരുവന് വിമോചനം പ്രാപിക്കാം, വീണ്ടെടുപ്പിലേക്ക് വരാം. അങ്ങനെ കാൽവറിയിലൂടെ നീതീകരണം പ്രാപിച്ചവൻ അനുദിന ജീവിതത്തിൽ വിശുദ്ധീകരണത്തിൽ മുൻപോട്ട് പോകണം. അവന്റെ പ്രത്യാശ എന്ന് പറയുന്നതാണ് തേജസ്കരണം. അപ്പോൾ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഈ മൂന്ന് കാര്യവും വിശ്വസിക്കുക, അംഗീകരിക്കുക, ഏറ്റെടുക്കുകയും ചെയ്യാത്ത ഒരു വ്യക്തിക്കും ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. അതാണ് ഈ കേട്ട കാര്യങ്ങൾ. ഞാൻ എടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഒരു പ്രസംഗം പ്രസംഗിക്കുകയല്ല. നമ്മൾ കേട്ട കാര്യത്തിലെ ഗൗരവം എന്താ? നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും, ഈ മൂന്ന് കാര്യങ്ങളും അംഗീകരിച്ച് ഏറ്റെടുക്കാത്ത ഒരുവന് ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സ്വയശോധന ആവശ്യമാണ് പെന്തക്കോസ്ത് സമൂഹത്തിന്. അതായത് പബ്ലിക് ഇടങ്ങളിലൊക്കെ ഈ കൺവെൻഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ റോഡിൽ പോകുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കുറച്ച് ഓർഗന്റെ പിൻബലത്തില് അവിടെ ഉണ്ടാക്കുന്ന ശബ്ദകോലാഹലങ്ങളിൽ വരുന്ന ആളുകളോടൊക്കെ മുൻപോട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ ആരാധിപ്പിക്കുന്നു. നമുക്ക് ആരാധിക്കാം എന്നൊക്കെ പറയുന്നത് ഈ വർഷിപ്പ് ലീഡേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ അതൊക്കെ ചെയ്യുന്നത്, അതിന് സപ്പോർട്ട് കൊടുക്കുന്ന നമ്മുടെ പാസ്റ്റേഴ്സും, സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സും, അവരും അതിന് മൗനാനുവാദം കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ശരിക്കും നമ്മൾ ആരാധന എന്ന വിഷയം എങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? പഴയ നിയമത്തിൽ പുരോഹിതന്മാര് ദൈവത്തെ ആരാധിക്കാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. എല്ലാവർക്കും കടന്നു വരാൻ കഴിയുമോ? കഴിയില്ല. അപ്പോ ഒളിച്ചു വേർതിരിക്കപ്പെട്ട അഭിഷേകതയിലും തലയിൽ വീണ അങ്ങനെയുള്ളവരാണ് അവിടെ ആരാധിച്ചിരുന്നത്. അത് തന്നെയാണ് പുതിയ നിയമത്തിലും. അപ്പൊ റോഡ് സൈഡിലൊക്കെ വെച്ച് നടക്കുന്ന കൺവെൻഷനുകളില് പബ്ലിക്കിനെ വിളിച്ച് അങ്ങനെ ബഹളം വെക്കുന്നതിൽ വല്ലതും അർത്ഥമുണ്ടോ? പബ്ലിക്കിനോട് പറയേണ്ടത് എപ്പോഴും ദൈവിക സന്ദേശങ്ങളാണ്. സന്ദേശങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക. വിശുദ്ധന്മാര് ആരാധിക്കാനായിട്ട് സൂചന കൊടുത്താൽ മതി, അവരാരാധിക്കട്ടെ. ബാക്കിയുള്ള ആളുകള് അവിടെ സന്നിഹിതരായി ഇരിക്കട്ടെ. അല്ലാതെ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഒരു മേളമല്ല സത്യാരാധന. അതാണ് നമ്മൾ കേട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ ആരാധനയെ കുറിച്ച് റോമലേഖനത്തെ മുൻനിർത്തി നമ്മൾ കേട്ട കാര്യത്തെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാണ്, ആർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, എന്നാൽ എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ കഴിയില്ല. അത് ദൈവം അനുവദിക്കുന്നില്ല. അങ്ങനെ ആരാധിക്കാൻ അടുത്തു വരണമെങ്കിൽ പറയപ്പെട്ടതുപോലെ നീതീകരണം പ്രാപിച്ച് വിശുദ്ധീകരണത്തിൽ മുൻപോട്ട് പോയി സമർപ്പിത ജീവിതത്തിന് ഉടമകളായവർക്ക് മാത്രമാണ് സത്യദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നുള്ളൂ. ഒരു കൊച്ചു ചിന്തയും കൂടെ എൻ്റെ ഉള്ളിൽ വരുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ പഴയ നിയമത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ കാണുന്നത് യാഗാർപ്പണവും ദെൻ ധൂപാർപ്പണമാണല്ലോ. യാഗാർപ്പണം, അതിനോട് ചേർന്ന് ധൂപാർപ്പണം വരുന്നു. യാഗാർപ്പണത്തിൽ യാഗമൃഗം അറുക്കപ്പെടുകയാണ്. അതിന്റെ തുടർച്ചയെന്നോണം യാഗരക്തം തളിച്ചുകൊണ്ട് വിശുദ്ധ സ്ഥലത്ത് ധൂപപീഠത്തിൽ ധൂപാർപ്പണം നടക്കുന്നു. അവിടെ ധൂപപീഠത്തിൽ അർപ്പിക്കുന്ന വസ്തുക്കളെല്ലാം നുറുക്കപ്പെടുകയാണ്. നുറുക്കപ്പെട്ടാണ് ധൂപപീഠത്തിലേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ അറുക്കപ്പെടുന്നു, അവിടെ നുറുക്കപ്പെടുന്നു. അപ്പോ പുതിയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാര് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു നുറുക്കപ്പെടലാണ് സത്യാരാധന എന്ന് പറയുന്നത്. തകർന്നുറങ്ങിയ ഹൃദയത്തിന് ഉടമകളായവർ അവരുടെ ജീവിതത്തിൽ 24/7 ബലിപീഠമല്ലേ? ആദ്യം പറഞ്ഞത് എന്താ? ബലിപീഠത്തെ കുറിച്ചല്ലേ? അവിടെയല്ലേ അറുക്കപ്പെടുന്നത്? അതെന്താ വിളിച്ചു പറയുന്നത്? സമർപ്പിത ജീവിതത്തെ അല്ലേ കാണിക്കുന്നത്? ബലിപീഠം എപ്പോഴും നമ്മൾ എന്താ വിളിച്ചു പറയുന്നത്? സമർപ്പിത ജീവിതത്തെ. തുടർന്ന് ധൂപപീഠത്തിൽ ധൂപം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ കണ്ടത്? നുറുക്കപ്പെടലിന്റെ അവസ്ഥയാണ്. അപ്പൊ സമർപ്പിതനായ ഒരു സത്യക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിരന്തരം നുറുങ്ങലുകൾ ഉണ്ടാകും. നുറുക്കപ്പെട്ടുകൊണ്ടിരിക്കണം, അല്ലേ? നിരന്തരം സ്വർഗത്തിൽ ദൈവം നമ്മെ നുറുക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. ആ നുറുങ്ങലിന്റെ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് സത്യാരാധനക്കാരെന്നുള്ള നിലയിൽ മുൻപോട്ട് പോകാൻ കഴിയൂ. അല്ലാതെ പച്ച പരവതാനി വിരിച്ച് ഒരു വല്ലാത്ത മായാലോകത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ കിടന്ന് ചാടുകയും തുള്ളുകയും ചെയ്യുന്നതല്ല സത്യാരാധന. സത്യാരാധന എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പരിപരുത്ത അനുഭവങ്ങളിലൂടെ നടക്കുമ്പോൾ, അതായത് കാറ്റും കോളും അടിക്കുമ്പോൾ, അലമാലകളും തിരമാലകളും വാർത്തടിക്കുമ്പോൾ, എന്നു വേണ്ട ശീതം, ഉഷ്ണം, കൊടിയ വെയിൽ എന്നു വേണ്ട ഇതിന്റെ എല്ലാം നടുവിലൂടെയാണ് ഭക്തന്മാര് കടന്നു പോകുന്നത്. അവിടെയെല്ലാം നുറുക്കപ്പെടലിന്റെ അവസ്ഥകളുണ്ട്. ആ നുറുക്കപ്പെടലിന്റെ അവസ്ഥകളെയാണ് ഇന്നത്തെ മോഡേൺ പെന്തിക്കോസ്റ്റ് പറയുന്നത് ശാപങ്ങൾ എന്ന് പറയുന്നത്. കേൾക്കണം, വിശുദ്ധന്മാരെ ദൈവം നുറുക്കാൻ അനുവദിക്കും. അങ്ങനെ ആ നുറുക്കപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യങ്ങളെയാണ് ആധുനിക പെന്തിക്കോസ്ത് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. അതായത് ഈ ന്യൂജൻ ടൈപ്പ് പെന്തിക്കോസ്ത് പറയുന്നത് ഇതെല്ലാം ശാപങ്ങളാണെന്ന്. അതിനെ
വ്യവസ്ഥാപിത പെന്തിക്കോസ്ത് പിന്താങ്ങുന്നുണ്ട്. എല്ലാവരും പിന്താങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളൊക്കെ അതിന്റെ ഭാഗമല്ലേ, നമ്മൾ പിന്താങ്ങുന്നില്ല. എന്നാൽ മെജോറിറ്റി അതിനെ പിന്താങ്ങുന്നു. ആ ദുഃഖകരമായ കാര്യം നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അങ്ങ് ചുരുക്കുകയാണ്. നമ്മൾ മനോഹരമായ ഒരു സന്ദേശം കേട്ടു. അതിന്റെ ഒരു ചുരുക്കെഴുത്താണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. അതായത് പുതിയ നിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ അവർ സമർപ്പിതരായിരിക്കണം. സമർപ്പിതരായിരിക്കുന്ന അവരുടെ ജീവിതത്തിൽ നുറുക്കപ്പെടലിന്റെ അവസ്ഥകൾ ദൈവം അനുവദിക്കും. നുറുക്കപ്പെടലിന്റെ അവസ്ഥകൾ അതെല്ലാം നമുക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ആത്മീയ സന്തോഷത്തിൽ മുന്നോട്ട് പോകുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ അനുവദിക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു സാഡിസ്റ്റ് അല്ല. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതായ എന്തു കാര്യവും ആകട്ടെ, ആ കാര്യങ്ങളെല്ലാം നമ്മെ സത്യാരാധനക്കാരെന്നുള്ള നിലയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാല് ഇങ്ങനെയുള്ള പഠനങ്ങളോ ഇങ്ങനെയുള്ള ബോധ്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സമൂഹം വളർന്നു വരികയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും ഈസിയാണ്. അവിടെ ജസ്റ്റ് വരിക, കേട്ടതുപോലെ പ്രൈസ് ആൻഡ് വർഷിപ്പ്. കുറച്ചു നേരം നമുക്ക് ചാടാം, കുറച്ചു നേരം നമുക്ക് തുള്ളാം, കുറച്ചു നേരം നമുക്ക് വേർക്കാം. പിന്നെ നിങ്ങളുടെ പോക്കറ്റിലുള്ളതൊക്കെ ഇടൂ, ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് തിരിച്ചു പോകൂ. ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന സ്പെഷ്യൽ ഇമ്പാർട്ടേഷൻ ഉണ്ട്, അതൊക്കെ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായ രീതിയിൽ പോകുന്നൊക്കെ പറഞ്ഞാണ് ഇവർ ആളുകളെ വിഭ്രമ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. മെജോറിറ്റിയും അങ്ങനെയുള്ള ലോകത്തിലേക്ക് പോയതിന്റെ നടുവിലാണ് യഥാർത്ഥ സത്യാരാധന ഇങ്ങനെയാണ്. സമർപ്പിതന് മാത്രമേ ആ സത്യാരാധനയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മുടെ നടുവിൽ കടന്നു വന്ന് ദൈവവചനം ഘോഷിച്ച ദൈവദാസനോടുള്ള സ്നേഹത്തെയും നന്ദിയെയും അറിയിക്കുകയാണ്. തുടർന്നും കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെ ദൈവം ശക്തമായി മുൻപോട്ട് നയിക്കട്ടെ. കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. നമ്മുടെ നടുവിൽ കർത്തൃദാസന്മാരുണ്ട്.